ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാലഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. അഗജാനനപത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ ആപന്നാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സൃഷ്ടിസ്ഥിതിവിനാശാനാം ശക്തിഭൂതേ സനാതിനി ഗുണാശ്രേ ഗുണമയേ നാരായണി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. മാതർമേ മധുകൈടഭഗ്നിമഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേ അംബികേ. ശ്രീ മഹാദിവ്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരീഷ്, പാലയാട്ട് മുണ്ടക്കല്ലിലും കോഴിക്കോട്. ശ്രീദേവി മഹാത്മ്യ പാരായണം അടുത്ത ഭാഗം ഗുരുകീലകം എന്ന് പറയുന്ന ഭാഗം. ദേവീകീലകം ആണ് കഴിഞ്ഞ ഭാഗത്ത് കണ്ടത്. അതിനുശേഷം ഗുരുവുമായി ബന്ധപ്പെട്ട കീലകമാണ് ഗുരുകീലകം. മഹാദേവിയുടെ ഉപാസനയിൽ അത്യധികം പ്രാധാന്യമുള്ള, തന്ത്രശാസ്ത്രത്തിൽ തന്നെ അത്യധികം പ്രാധാന്യമുള്ള, ഭാരതീയ സംസ്കാരത്തിൻ്റെ തന്നെ അത്യധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സങ്കല്പമാണ് ഗുരുസങ്കല്പം. എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രമാത്രം പ്രാധാന്യമുണ്ട് ഗുരു എന്ന തത്വത്തിന്. ഗുരുവും ദേവതയും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടാൽ അവത്തിൽ ആരെയാണ് ആദ്യം വന്ദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഗുരുവിനെയാണ് വന്ദിക്കേണ്ടത്, അതിനുശേഷമാണ് ദേവതയെ വന്ദിക്കേണ്ടത് എന്നാണ് പറയുന്നത്. കാരണം ആ ദേവതയെ കാണിച്ചു തന്നത്, ആ ദേവതയെ മനസ്സിലാക്കി തന്നത്, ആ ദേവതയെ അറിയിച്ചത്, അതിനുള്ള വഴി കാണിച്ചതൊക്കെ ഗുരുനാഥനാണ്. അതുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനത്തെ അലങ്കരിക്കുന്ന ഒരു തത്വമാണ് ഗുരു എന്ന തത്വം. ആ നാമം കൊണ്ട് തന്നെ ഗുരുത്വ സംബന്ധമായതാണ്. ഏറ്റവും ഗുരു, ഏറ്റവും ശ്രേഷ്ഠമായതാണ്, ഏറ്റവും ഉന്നതമായ അവസ്ഥയിലിരിക്കുന്നതാണ്. ശ്രീ ദേവി മഹാത്മ്യ സംബന്ധമായിട്ടുള്ളതും അതുപോലെ ശ്രീ ലളിതാദേവി സംബന്ധമായിട്ടുള്ളതും ശ്രീവിദ്യ ഉപാസന സംബന്ധമായിട്ടുള്ളതുമായിട്ടുള്ള ഉപാസനയിലൊക്കെ അത്യധികം പ്രാധാന്യം ഗുരുവിനുണ്ട്. ഗുരുപാദുകാ മന്ത്രത്തോടുകൂടി ഉപാസിക്കുന്ന സമ്പ്രദായം ശ്രീ ലളിതാദേവിയുടെ, ലളിതാ ത്രിപുരസുന്ദരിയുടെ ഉപാസന പദ്ധതിയിലുണ്ട്. അങ്ങനെ അത്യധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനമാണ് ഗുരുവിനുള്ളത്. മനുഷ്യന്റെ ശരീരത്തിൽ ഗുരുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് തലയ്ക്കു മുകളിൽ, അല്ലെങ്കിൽ മൂർധാവിന്റെ 12 അകുലം മുകളിലായിട്ട്
ദ്വാദശാന്തം എന്ന് പറയുന്ന ഭാഗത്ത് ആണ് ഗുരുവിൻ്റെ സ്ഥാനം കൽപ്പിക്കപ്പെടുന്നത്. മഹാദേവനും മഹാദേവിയും ഒരുമിച്ച് ഐക്യരൂപം പൂണ്ടുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ 12 അങ്കുലം മുകളിലായിട്ടാണ് ആ ഗുരുവിൻ്റെ സ്ഥാനം. അപ്പോൾ അത്രയും ഉന്നതമായ സ്ഥാനത്തെ അലങ്കരിക്കുന്ന ഒരു സങ്കല്പമാണ് ഗുരു എന്നത്. ഗുരുവിനെ സാധാരണ പാതുകയോട് കൂടിയിട്ട് ഗുരുവിൻ്റെ പാദസ്മരണമാണ് സാധാരണ ചെയ്യാറ്. ഗുരുവിൻ്റെ സ്വരൂപം എന്നതിലുപരി ആ പാദങ്ങളെ പിന്തുടരുക. ഗുരു ഏതു വഴിയാണോ പോയത്, ഗുരു ഏതു വഴിയാണോ കാണിച്ചു തന്നത്, ആ വഴിയെ പോകുകയും ആ വഴി മനസ്സിലാക്കുകയും ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ സഞ്ചരിക്കുകയുമാണ് ഒരു ശിഷ്യന്റെ കർത്തവ്യമായിട്ടുള്ളത്. അതിൽ നിന്ന് വ്യതിചലിച്ചാലാണ് ശാസ്ത്രവിരുദ്ധമായത് സംഭവിക്കുന്നത്. അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ളതായിരിക്കും എന്നുകൂടെയാണ് ഗുരുവിൻ്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവിടെയും ആദ്യത്തെ ഗുരു ആരാണ് എന്ന് ചോദിച്ചാൽ ഭാരതീയ സങ്കല്പപ്രകാരം മാതാ, അമ്മയാണ് ആദ്യത്തെ ഗുരു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിതാവാണ് ഗുരു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഗുരുനാഥൻ. ഗുരുക്കന്മാർ തന്നെ പലതരത്തിലുണ്ട്, പല വിധത്തിലുണ്ട്. ദീക്ഷ നൽകിയിട്ടുള്ള ഗുരു, അതുപോലെ പല കാര്യങ്ങളെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഗുരു, അതുപോലെ ചില സന്ദർഭങ്ങളിൽ പല പല വിഷയവുമായി ബന്ധപ്പെട്ട് പലരെയും ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഗുരുക്കന്മാർ. അങ്ങനെ പ്രധാന ഗുരുവും അത് കഴിഞ്ഞിട്ടുള്ള ആചാര്യന്മാരും മറ്റ് ഗുരുക്കന്മാരുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗുരുവിനെ ആണ് നമ്മൾ ആശ്രയിക്കുന്നത് പൂർണ്ണമായിട്ടും. അവിടെയാണ് നമ്മൾ ശരണാഗതി പ്രാപിക്കുന്നത്. ആ ഗുരു സംബന്ധമായിട്ടുള്ള ഒരു കീലകമാണ് ഗുരുകീലകം. നോക്കൂ. ശിവ ഉവാച പുരാസനൽ കുമാരായ ദത്തമേതന്മയാനഘ സംവർത്തായ ദദൗ തച്ച സചാന്യസ്മൈ ദദൗ ച തൽ സർവത്ര ചണ്ഡീസ്തോത്രസ്യ പ്രാചുര്യേണ മഹീതലേ ബ്രഹ്മകാണ്ഡ കർമ്മകാണ്ഡസ്തന്ത്രകാണ്ഡശ്ച സർവഥാ. എന്താണ് ശിവ ഉവാച? അവിടെ ശിവൻ നേരിട്ട്, മഹാദേവൻ നേരിട്ട് പറയുന്ന വാക്കുകളാണ്. ശിവ ഉവാച, ശിവൻ പറഞ്ഞു. ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു. എന്താണ് ശിവൻ പറഞ്ഞത് നോക്കൂ. പുരാ സനൽകുമാരായ ദത്തം. എന്താണ്? ഏതൻ മയാ പുരാ മയ സനൽകുമാരായ ദത്തം. ഹേ അനഘ എന്ന് പറഞ്ഞിട്ട് സംബോധന ചെയ്തിട്ടാണ് പറയണത്. ഹേ അനഘ, ഏതൽ പുരാ മയാ സനൽകുമാരായ ദത്തം സഹ് തൽ ച സംവർത്തായ ദദൗ സഹ് ച അന്യസ്മൈ ദദൗ ച. ശിവൻ മംഗളസ്വരൂപനാണ്. ശിവശബ്ദത്തിന്റെ അർത്ഥവും മംഗളസ്വരൂപം, മംഗളം എന്നുള്ളതാണ്. ശിവം എന്ന് പറയുന്ന തത്വം, അതിനെ വിശദീകരിക്കാൻ പോയാൽ എത്ര നാളെടുക്കും എന്നറിയില്ല. തന്ത്രശാസ്ത്രത്തിന്റെ ഏറ്റവും പരമമായ തത്വം എന്ന് പറയുന്നത് ശിവതത്വമാണ്. 36 തത്വങ്ങൾ പ്രധാനമായിട്ട് പറയുമ്പം അതിൽ ആദ്യത്തെ തത്വം ശിവതത്വമാണ്. ആ ശിവതത്വത്തിൽ നിന്നാണ് പിന്നീടുള്ള സൃഷ്ടി, പൃഥ്വി വരെയുള്ള പഞ്ചഭൂതങ്ങളുടെ അവസാനത്തേതായിട്ടുള്ള പൃഥ്വി വരെയുള്ള തത്വങ്ങളുടെ ഉൽപ്പത്തി. അപ്പൊ ശിവനിൽ നിന്ന് തുടങ്ങി ഭൂമി വരെയുള്ള തത്വങ്ങളെ, അല്ലെങ്കിൽ ശിവനിൽ നിന്നാണ് ആ ഭൂമി വരെയുള്ള തത്വങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് തന്ത്രശാസ്ത്രത്തിന്റെ, ശൈവ ശാക്ത തന്ത്രങ്ങളുടെ അവരുടെ ഒരു തത്വം. ആ തത്വത്തെ പിന്തുടർന്നുകൊണ്ടാണ് തന്ത്രശാസ്ത്രം നിർമ്മിച്ചിട്ടുള്ളത്. ആ 36 തത്വങ്ങൾ ശിവനിൽ നിന്ന്, അല്ലെങ്കിൽ ശിവനോടുകൂടി ശക്തി, ആ ശിവ അഭിന്നയായിരിക്കുന്ന ശിവനിൽ നിന്ന് ഭിന്നയല്ല ശക്തി, ശിവനോടൊപ്പമുള്ളതാണ്. അതുകൊണ്ടാണ് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ പറഞ്ഞിരിക്കുന്നത് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും
ശിവൻ ശക്തിയോടുകൂടി ചേരുന്ന അവസ്ഥ. അവിടെ ആ ബിന്ദു എന്ന് പറയുന്ന സ്ഥാനത്ത് രണ്ടും ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. ശിവനും ശക്തിയും വേർപെടുത്താൻ പറ്റാത്ത വിധത്തിൽ ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. ആ ശിവനും ശക്തിയും കൂടെ രണ്ട് എന്നുള്ള ഭാവം വരുമ്പോഴാണ് അവിടെ ശിവൻ എന്നും ശക്തി എന്നുള്ള ഭാവം വരുന്നത്. ആ ശിവനും ശക്തിയും ഏകരൂപത്തിലുള്ള അവസ്ഥ തന്നെയാണ് ബ്രഹ്മാവസ്ഥ എന്ന് പറയുന്നത്. അതാണ് അദ്വൈതാവസ്ഥ. ശിവാദ്വൈതം എന്ന് പറയുന്ന ശൈവ സംബന്ധമായിട്ടുള്ള അദ്വൈത തത്വം പറയുന്നത് അത് തന്നെയാണ്. ശിവാദ്വൈതമാണ് ശൈവ അദ്വൈതവാദികൾ പറയുന്നത്. ഉപനിഷത്തുമായിട്ട് ബന്ധപ്പെട്ട അദ്വൈതവാദികൾ പറയുന്നത് ബ്രഹ്മം എന്നാണ്. ആ ബ്രഹ്മം തന്നെയാണ് ശിവൻ, ശിവം എന്ന് പറയുന്ന മംഗളസ്വരൂപം. ആ ശിവം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചൊരു സ്വരൂപമില്ല, സ്വഭാവമില്ല, ഗുണമില്ല. അങ്ങനെ നിർഗുണനും നിരൂപനും നിരാകാരനും നിഷ്കളനുമൊക്കെ ആയിട്ടുള്ള തത്വമാണ് ശിവൻ അല്ലെങ്കിൽ ശിവതത്വം. ആ ശിവതത്വം രണ്ടായി പിരിയുന്നു സൃഷ്ടിയുടെ ആരംഭത്തിൽ, ശിവനെന്നും ശക്തിയെന്നും. അതിനുശേഷം സദാശിവൻ എന്ന് പറയുന്ന തത്വം, പിന്നെ ഈശ്വരൻ എന്ന് പറയുന്ന തത്വം, പിന്നെ ശുദ്ധവിദ്യ എന്ന് പറയുന്ന തത്വം. പിന്നീട് അങ്ങനെ താഴോട്ട് വന്നു 36 തത്വങ്ങളിലേക്ക് താഴോട്ടെത്തുമ്പോൾ ഭൂമി വരെയുള്ള, അതായത് ആകാശം, ആകാശാത് വായു, വായുരഗ്നി, അഗ്നേരാപ, അഭ്യ പൃഥിവി, ആ പൃഥിവി വരെയുള്ള തത്വങ്ങൾ. അവിടെ പൃഥിവി വരെയുള്ള തത്വങ്ങൾ പഞ്ചീകരണം സംഭവിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അതായത് ഭൂമിയിൽ എല്ലാ ഭൂതങ്ങളുടെയും അംശമുണ്ട്. പൃഥിവി എന്ന് പറയുന്ന ഭൂമി എന്ന് പറയുന്ന തത്വത്തിൽ, പൃഥിവി എന്ന് പറയുന്ന തത്വത്തിൽ അപ്പിന്റെ അംശമുണ്ട്, അഗ്നിയുടെ അംശമുണ്ട്, വായുവിന്റെ അംശമുണ്ട്, ആകാശത്തിന്റെ അംശമുണ്ട്. അപ്പൊ പൃഥിവി എന്ന് പറയുന്ന തത്വം അല്ലെങ്കിൽ ആ ഭൂതം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ ഒന്നാമത്തെ ഭൂതം, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ 5ാമത്തെ ഭൂതം. അതിൽ എല്ലാത്തിന്റെ അംശവുമുണ്ട്. ഏറ്റവും ഏറി നിൽക്കുന്നത് പൃഥ്വിയുടെ അംശമായതുകൊണ്ടാണ് അതിനെ പൃഥ്വി അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത്. അപ്പ് അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നതിനകത്ത് എല്ലാത്തിന്റെയും അംശമുണ്ട്. പൃഥ്വിയുടെയും വായുവിന്റെയും അഗ്നിയുടെയും ആകാശത്തിന്റെയും എല്ലാം അംശമുണ്ട്. അതിൽ ഏറി നിൽക്കുന്നത് ജലത്തിന്റെ അംശമാണ്. അതുകൊണ്ട് അതിനെ ജലം എന്ന് പറയുന്നു. തേജസ് എന്ന് പറയുന്ന അഗ്നിയിൽ പൃഥ്വിയുടെ അംശമുണ്ട്, ജലത്തിന്റെ അംശമുണ്ട്, വായുവിന്റെ അംശമുണ്ട്, ആകാശത്തിന്റെ അംശമുണ്ട്. എന്നാൽ അതുകൊണ്ട് പക്ഷെ അതിൽ ഏറി നിൽക്കുന്നത് തേജസ്സിന്റെ അംശമാണ്. വായുവിലും അതുപോലെ തന്നെ വായുവാണ് ഏറി നിൽക്കുന്നത്. അതിൽ പൃഥ്വിയാദി 4 ഭൂതങ്ങളുടെയും അംശമുണ്ട്. അതുപോലെ ആകാശം എന്ന് പറയുന്നതിൽ ഏറി നിൽക്കുന്നത് ആകാശത്തിന്റെ അംശമാണ്, ആകാശം എന്ന ഭൂതമാണ്. അതിൽ ബാക്കി 4ന്റെയും പൃഥ്വിയാദി 4ന്റെയും അംശമുണ്ട്. അതുകൊണ്ടാണ് ഓരോന്നിനും ഗന്ധമുണ്ട്, തണുപ്പുണ്ട്, ചൂടുണ്ട്. ഓരോ വസ്തു എടുത്താലും അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. കാറ്റിന് തണുപ്പ് അനുഭവപ്പെടും, കാരണം അതിൽ ജലത്തിന്റെ അംശമുണ്ട്. കാറ്റിൽ ചൂട് അനുഭവപ്പെടും, കാരണം അതിൽ തേജസ്സിന്റെ അംശമുണ്ട്. കാറ്റിൽ മണം അനുഭവപ്പെടും, കാരണം അതിൽ പൃഥ്വിയുടെ അംശമുണ്ട്. കാറ്റിൽ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും, കാരണം അതിൽ ആകാശത്തിന്റെ അംശമുണ്ട്. ജലത്തിൽ നമുക്ക് മണം അനുഭവപ്പെടും, അവിടെ പൃഥ്വിയുടെ അംശമുണ്ട്. ജലത്തിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും, അവിടെ ജലത്തിന്റെ അംശം പൂർണ്ണമായിട്ടുണ്ട്. ജലത്തിൽ നമുക്ക് ചൂട് അനുഭവപ്പെടും, അവിടെ തേജസ്സിന്റെ അംശമുണ്ട്. ജലത്തിൽ നമുക്ക് സ്പർശം അനുഭവപ്പെടും, അവിടെ കാരണം വായുവിന്റെ അംശമുണ്ട്. ജലത്തിൽ നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കും, കാരണം അവിടെ ആകാശത്തിന്റെ അംശമുണ്ട്. അപ്പോൾ ഓരോ ഭൂതങ്ങളിലും മറ്റു ഭൂതങ്ങളുടെ എല്ലാം അംശമുണ്ട്. അതിന് പഞ്ചീകരണം എന്നാണ് പറയുന്നത്. അങ്ങനെ പഞ്ചീകരണത്തോട് കൂടിയിട്ടാണ് ഈ പ്രപഞ്ചം പൂർണ്ണമാകുന്നത്. അങ്ങനെ ആ ശിവനിൽ നിന്നും വന്നതാണ് ഈ പ്രപഞ്ചം എന്നുള്ള തത്വമാണ് തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം. അപ്പോൾ ആ തത്വവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവിടെ ശിവനിൽ നിന്നാണ് ഇതൊക്കെ. ആ മംഗളസ്വരൂപനായിരിക്കുന്ന, നിരാകാരനായിരിക്കുന്ന, നിരൂപനായിരിക്കുന്ന, നിഷ്കളനായിരിക്കുന്ന, അദ്വയനായിരിക്കുന്ന ആ മഹാദേവൻ രണ്ടായി ശിവനും ശക്തിയുമായിട്ട് മാറി. അതിൽ ശിവൻ പറയുകയാണ്. എന്താ ശിവൻ പറഞ്ഞത്? പുരാ ഹേ അനഘ, അല്ലയോ അനഘ. അനഘൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യവാൻ എന്നുള്ള അർത്ഥമാണ്. പാപരഹിതനാണ് അനഘൻ. അപ്പൊ ഹേ അനഘ, ഏതൽ പുരാ മയാ സനൽകുമാരായ ദത്തം. ഏതൽ എന്ന് വെച്ചാൽ ഇതിനെ പുര പണ്ട്, മയ എന്നാൽ സനൽകുമാരനായിക്കൊണ്ട്
ദത്തം നൽകപ്പെട്ടതാകുന്നു. അപ്പോൾ അല്ലയോ അനഘനായിരിക്കുന്നവനെ, പാപഹീനനായിരിക്കുന്നവനെ, ഈ കീലകം എന്ന് പറയുന്ന സ്തോത്രം, ഏത് കീലകം? ഗുരുകീലകം എന്ന് പറയുന്ന ഈ സ്തോത്രം പണ്ട് ഞാൻ ആർക്ക് ഉപദേശിച്ചതാണ്? സനൽകുമാരന് ഉപദേശിച്ചതാണ്, സനൽകുമാരന് നൽകിയതാണ്. സഹ് തൽ സംവർത്തായ ദദൗ. സഹ് എന്നുവെച്ചാൽ അവൻ, ആര്? ഈ സനൽകുമാരൻ. തത് വെച്ചാൽ അത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഗുരുകീലകം. ആ കീലകത്തെ സംവർത്തായ ദദൗ, സംവർത്തനായിക്കൊണ്ട് നൽകി. സച്ച അന്യസ്മൈ ദദൗച. സച്ച അവനും, അവൻ ആർക്ക് നൽകി? അന്യസ്മൈ ദദൗച, അന്യസ്മൈ മറ്റുള്ളവർക്കായിക്കൊണ്ട് അത് ദദൗച നൽകുകയും ചെയ്തു. അപ്പൊ ഞാൻ ഈ കീലകം എന്ന് പറയുന്ന ഈ സാധനം പണ്ട് സനൽകുമാരനായിട്ട് കൊടുത്തതാണ്. അതിനുശേഷം സനൽകുമാരൻ ആർക്ക് കൊടുത്തു? സംവർത്തനായിക്കൊണ്ട് കൊടുത്തു. ആ സംവർത്തനോ മറ്റുള്ളവർക്കെല്ലാം അത് ദാനം ചെയ്തു. അങ്ങനെ അത് അത്യധികം പ്രചുരപ്രചാരമായിട്ട് മാറി എന്നർത്ഥം. എന്നിട്ട് പറയാണ്, സർവത്ര ചണ്ഡീസ്തോത്രസ്യ പ്രാചുര്യേണ മഹീതലേ ബ്രഹ്മകാണ്ഡ കർമ്മകാണ്ഡ തന്ത്രകാണ്ഡശ്ച സർവഥാ. മഹീതലേ സർവത്ര ചണ്ഡീസ്തോത്രസ്യ പ്രാചുര്യേണ ബ്രഹ്മകാണ്ഡ കർമ്മകാണ്ഡ തന്ത്രകാണ്ഡ ച സർവഥ ശീഘ്രസിദ്ധിപ്രദായിനി അനേന പ്രതിഹത അഭൂത്. ശീഘ്രസിദ്ധിപ്രദായിന അനേന പ്രതിഹത അഭൂത്. മഹീതലെ എന്ന് പറഞ്ഞാൽ ഭൂതലെ, ഭൂമിയിൽ എന്നർത്ഥം. ഈ ഭൂമി മുഴുവനായിട്ടും, സർവത്ര എല്ലായിടത്തും. അപ്പൊ ഈ ഭൂമിയിൽ എല്ലായിടത്തും ചണ്ഡീസ്തോത്രസ്യ, ചണ്ഡീസ്തോത്രത്തിന്റെ പ്രാചുര്യം കൊണ്ട്, പ്രചാരം കൊണ്ട്. ചണ്ഡീസ്തോത്രം എന്ന് പറഞ്ഞാൽ ശ്രീദേവി മാഹാത്മ്യം അല്ലെങ്കിൽ സപ്തശതി. ആ സപ്തശതി അല്ലെങ്കിൽ ശ്രീദേവി മാഹാത്മ്യത്തിന്റെ മറ്റൊരു പേരാണ് ചണ്ഡീസ്തോത്രം. സാധാരണയായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കൂടുതലും പ്രചാരത്തിലുള്ളത് ചണ്ഡീസ്തോത്രം, സപ്തശതി എന്നുള്ള പദങ്ങളൊക്കെയാണ്. ശ്രീദേവി മാഹാത്മ്യം എന്ന് കൂടുതലായിട്ടും പദം പ്രയോഗിക്കുന്നത് കേരളീയരാണ്. അപ്പം ഈ ദേവി മാഹാത്മ്യം, അതായത് ചണ്ഡീസ്തോത്രം, ആ ചണ്ഡീസ്തോത്രത്തിന്റെ പ്രാചുര്യം, പ്രചാരം, അതുകൊണ്ട് ബ്രഹ്മകാണ്ഡ കർമ്മകാണ്ഡ, അത് ബ്രഹ്മകാണ്ഡം എന്നും, കർമ്മകാണ്ഡ കർമ്മകാണ്ഡം എന്നും, തന്ത്രകാണ്ഡ തന്ത്രകാണ്ഡമെന്നും, സർവഥ എല്ലാ തരത്തിലും ശീഘ്രസിദ്ധിപ്രദായിന, ശീഘ്രസിദ്ധി അത്യധികം വേഗത്തില് സിദ്ധിയെ പ്രദാനം ചെയ്യുന്ന തരത്തില് ആയതുകൊണ്ട്, അനേന ഇതുകൊണ്ട്, ഈ സപ്തശതി എന്ന് പറയുന്ന ഈ ചണ്ഡീസ്തോത്രം എന്ന് പറയുന്ന ആ ഒരു സ്തോത്രം കൊണ്ട് പ്രതിഹത അഭൂത്, പ്രതിഹതമായിട്ട് ഭവിച്ചു. എന്താണ് പറഞ്ഞത്? ഈ ഭൂമി മുഴുവനായിട്ടും അത്യധികം വേഗത്തില് സിദ്ധിപ്രദമാകുന്ന ചണ്ഡീസ്തോത്രത്തിന്റെ പ്രചാരം കൊണ്ട് ബ്രഹ്മകാണ്ഡവും കർമ്മകാണ്ഡവും തന്ത്രകാണ്ഡവും എല്ലാ വിധത്തിലും നിഷ്പ്രയോജനമായി തീർന്നു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. കാരണം ചണ്ഡീസ്തോത്രം സർവവിധ ഐശ്വര്യങ്ങളെയും നൽകും, സർവകാമങ്ങളെയും നൽകും. കാമധേനുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഗ്രഹിക്കുന്നവനെ എന്തും വാരിക്കോരി നൽകുന്നതാണ് ഈ ചണ്ഡീസ്തോത്രം. അപ്പൊ ഈ ചണ്ഡീസ്തോത്രം ഇങ്ങനെ പ്രചാരത്തിലായപ്പോൾ അവർക്ക് മറ്റൊന്നും ആശ്രയിക്കേണ്ട അവസ്ഥയില്ലാതായി. അവർക്ക് വേണ്ടതെല്ലാം ഈ ചണ്ഡീസ്തോത്രം നൽകി. അങ്ങനെ വന്നപ്പോൾ ബ്രഹ്മകാണ്ഡത്തിന്റെ പ്രാധാന്യമില്ലാതായി, കർമ്മകാണ്ഡത്തിന്റെ പ്രാധാന്യമില്ലാതായി, തന്ത്രകാണ്ഡത്തിന്റെ പ്രാധാന്യമില്ലാതായി. ഇങ്ങനെ എല്ലാവിധത്തിലും ശാസ്ത്രങ്ങളെല്ലാം, മറ്റു ശാസ്ത്രങ്ങളെല്ലാം നിഷ്പ്രയോജനങ്ങളായി എന്നർത്ഥം. ഒരു പ്രയോജനവും ഉണ്ടായില്ല. ശാസ്ത്രങ്ങളൊക്കെ എവിടേക്കോ പോയി ഒളിച്ച മട്ടിലായി. എല്ലാവർക്കും എന്ത് മതി? ചണ്ഡീസ്തോത്രം മതി. അങ്ങനെ സർവാശ്രയത്വം എന്ന് പറയുന്ന ഒരവസ്ഥ ഈ ചണ്ഡീസ്തോത്രത്തിന് വന്നു ചേർന്നു. ഇവിടെ നോക്കൂ, ബ്രഹ്മകാണ്ഡം. എന്താണ് ബ്രഹ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ? ബ്രഹ്മസംബന്ധമായിട്ടുള്ള കാണ്ഡം ജ്ഞാനകാണ്ഡമാണ്. അത് വേദവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പം വേദത്തിന് രണ്ട് കാണ്ഡങ്ങളുണ്ട്, കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാണ്ഡമെന്നും. കർമ്മകാണ്ഡം എന്ന് പറയുന്നത് ആണ് ഇവിടെ രണ്ടാമത് പ്രയോഗിച്ചിരിക്കുന്ന പദം, കർമ്മകാണ്ഡം. അതായത് ബ്രഹ്മകാണ്ഡം എന്ന് ഒന്നാമത്തെ പദവും
കർമ്മകാന്ഡം എന്ന് രണ്ടാമത്തെ പദവും തന്ത്രകാന്ഡം എന്ന മൂന്നാമത്തെ പദവും പ്രയോഗിച്ചിരിക്കുന്നു. അതിൽ ബ്രഹ്മകാന്ഡം എന്ന് പറയുന്നത് വേദങ്ങളുടെ അന്തമായിട്ടുള്ള വേദാന്തം എന്നറിയപ്പെടുന്ന ഉപനിഷത്തുകളാണ്. വേദാന്തൂനാമ ഉപനിഷത് പ്രമാണം എന്നുള്ള ആ പ്രമാണമനുസരിച്ച് വേദാന്തം എന്ന് പറയുന്നത് ഉപനിഷത്തുകളാണ്. വേദങ്ങളുടെ അവസാനം, വേദങ്ങളുടെ അന്തം, അതാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകളാണ് എന്ത്? ബ്രഹ്മകാന്ഡം. ആ ബ്രഹ്മകാന്ഡം തന്നെയാണ് ജ്ഞാനകാന്ഡം. ആ ജ്ഞാനകാന്ഡം ആണ് എന്താണ് ആത്യന്തികമായിട്ട് ശരി എന്ന് വാദിക്കുന്ന ശങ്കരാചാര്യസ്വാമികളൊക്കെ വാദിച്ച് സ്ഥാപിച്ച കാര്യമാണ് ആ ജ്ഞാനകാന്ഡം അല്ലെങ്കിൽ ബ്രഹ്മകാന്ഡം. എന്നാൽ കർമ്മകാന്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മകാന്ഡം എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് പ്രാധാന്യമുള്ള ഭാഗമാണ്. വേദങ്ങളിൽ പറയുന്ന കർമ്മത്തെ പ്രധാനമായിട്ട് അനുഷ്ഠിക്കാൻ, ആ വേദത്തിൽ പറഞ്ഞ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഫലം ആർജിക്കാനും പറയുന്ന ഭാഗമാണ് കർമ്മകാന്ഡം. അപ്പോൾ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച്, ഒരു രാജാവിനെ സംബന്ധിച്ച്, ഒരു പാലകനെ സംബന്ധിച്ച് ബ്രഹ്മകാന്ഡത്തിനല്ല പ്രാധാന്യം, അവിടെ കർമ്മകാന്ഡത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പല പല ഉപദേശങ്ങളും നൽകിയിട്ട് കർമ്മകാന്ഡം മുഴുവൻ പറഞ്ഞു. അതിൻ്റെ നന്മയും ചീത്തയുമായ വശങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജ്ഞാനകാന്ഡം പറഞ്ഞു. ജ്ഞാനകാന്ഡം പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അർജുനൻ ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങ് തന്നെയാണ് ഇത് രണ്ടും പറയുന്നത്, ഞാൻ ഇതിലേതിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നത്, നിന്നിൽ അർപ്പിതമായ കാര്യം, നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? യുദ്ധത്തിനായിട്ടാണ് നിൽക്കുന്നത്. നിന്നിൽ അർപ്പിതമായിരിക്കുന്ന കാര്യം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നീ യുദ്ധം ചെയ്യണം. കർമ്മകാന്ഡം അനുസരിക്കേണ്ടിടത്ത് കർമ്മകാന്ഡം അനുസരിക്കണം. ആ കർമ്മകാന്ഡം അനുസരിക്കേണ്ട സ്ഥലത്ത് അത് ചെയ്യാതെ പിന്തിരിഞ്ഞാൽ അവിടെ ധർമ്മശാസ്ത്രത്തിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ഭാവം വരും. അതുകൊണ്ട് ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നത് എന്താണോ അത് ചെയ്യണം. അത് കർമ്മമാണെങ്കിൽ കർമ്മം, ജ്ഞാനമാണെങ്കിൽ ജ്ഞാനം. അതുകൊണ്ട് കർമ്മകാന്ഡത്തെ അനുഷ്ഠിക്കണം. ഇപ്പോൾ ഗൃഹസ്ഥനെ സംബന്ധിച്ചും അതുപോലെ രാജാവിനെ സംബന്ധിച്ചും അങ്ങനെയുള്ള കർമ്മവുമായി ബന്ധപ്പെട്ടവരെ എല്ലാം സംബന്ധിച്ചും കർമ്മകാന്ഡത്തിന് അത്യധികം പ്രാധാന്യമുണ്ട്. അവർ ജ്ഞാനകാന്ഡത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇവിടെ കർമ്മം ചെയ്യാൻ ആരുണ്ടാകും? പ്രപഞ്ചം തന്നെ നിശ്ചലമാകുന്നൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ അവിടെ കർമ്മകാന്ഡത്തിന് പ്രാധാന്യമില്ലാതാകും. കർമ്മം ക്ഷയിക്കും. കർമ്മം ക്ഷയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയ ഇല്ലാതായി തീരും. അങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ ഒരു നാശം സംഭവിക്കുക. അതുകൊണ്ട് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് ഒരേപോലെ നിന്നാൽ മാത്രമേ പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ. അതുപോലെ ജ്ഞാനകാന്ഡത്തിന്റെ പിറകെ പോകുന്നവർ കർമ്മകാന്ഡത്തിന്റെയും കൂടെ പിറകെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ജ്ഞാനത്തിന് പൂർത്തിയില്ലാതാകും. അതുകൊണ്ടാണ് പല ജ്ഞാനത്തിന്റെ പിറകെ പോകുന്ന ആളുകൾ പലപ്പോഴും ഉൾവലിയുന്നത്. ഇൻട്രോവേർട്ടായി പോകും. അവർക്ക് എന്താണ് അവർ സാധാരണയായിട്ട് പറയുക, അന്തർമുഖനാകുക എന്നാണ് പറയുക. അന്തർമുഖത്വം പ്രാപിക്കുക. അവർ ജ്ഞാനകാന്ഡത്തിന്റെ പിറകെ പോകുന്നവർ അവരറിയാതെ തന്നെ അന്തർമുഖത്വം പ്രാപിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഒരു അവസ്ഥ അവരിലേക്ക് വന്നു ചേരുകയാണ്. അത് അവരറിയാതെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ അവസ്ഥകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അത് അവരുടെ തെറ്റായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. ജ്ഞാനകാന്ഡത്തിന്റെ പ്രത്യേകതയാണ്. ജ്ഞാനത്തിന്റെ പിറകെ പോകുന്നവർ അന്തർമുഖത്വം പ്രാപിക്കും. അവിടെ ബഹിർമുഖത്വം എന്ന് പറയുന്നത് കർമ്മകാന്ഡത്തെ സംബന്ധിച്ചാണ്. എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രത്യേക തരത്തിലുള്ള സ്വഭാവത്തോടു കൂടിയവരും ഉണ്ട്. അവർക്ക് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ സാധിക്കുന്ന ചില കാര്യങ്ങളാണ്. ശ്രീവിദ്യ ഉപാസകന്മാർക്ക്, പൊതുവെ ശ്രീചക്ര ഉപാസകന്മാർക്ക്, ലളിതോപാസകന്മാർക്ക് ആ ഉപാസനയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ ഏവ എന്ന് പറയാറുണ്ട്. അതായത് ശ്രീ സുന്ദരീ പൂജന തൽപരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ ഏവ. ശ്രീ സുന്ദരീ പൂജനത്തിൽ തൽപരരായിരിക്കുന്നവർക്ക് ഭോഗവും മോക്ഷവും ഒരേ സമയത്ത് നൽകുന്നതാണ് ഈ ഭഗവതി എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ചുരുക്കം ചില ആളുകൾക്ക് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് വളരെ പ്രയാസകരമാണ്. ജ്ഞാനകാന്ഡത്തിന്റെ പുറകെ പോകുന്നവർക്ക് കർമ്മകാന്ഡം കൊണ്ടുപോകാനും കർമ്മത്തിന്റെ പുറകെ പോകുന്നവർക്ക് ജ്ഞാനത്തെ കൊണ്ടുപോകാനും വളരെ പ്രയാസം തന്നെയാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളത് അത്യധികം പ്രയാസകരവുമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊന്നും മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഉള്ള ആ ഒരു അവസ്ഥയോ പ്രാപ്തിയോ ഉണ്ടാകില്ല. കാരണം അവന്റെ മേഖല മറ്റൊന്നാണ്.
ഈ മേഖല സ്പർശിക്കാത്തവർക്ക് ആ മേഖലയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനോ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനോ അംഗീകരിക്കാനോ പറ്റുകയില്ല, പ്രയാസമായിരിക്കും. അത് അത്യധികം പ്രയാസകരമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഈ അന്തർമുഖത്വം ബഹിർമുഖത്വം എന്നുള്ള കാര്യം ഈ കർമ്മജ്ഞാനകാണ്ഡങ്ങളെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാണ്ഡമെന്നുമുള്ള ഭാഗം ഒന്ന് വേദങ്ങളുടെ ഉപനിഷത്തുകളുടെ ജ്ഞാനകാണ്ഡം എന്ന് പറയുന്നത് വേദാന്തമാണ്. വേദാന്തൂനാമ ഉപനിഷത്ത് പ്രമാണം. ഇനി കർമ്മകാണ്ഡം എന്നാൽ എന്താണ്? കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്താൽ ഇന്നതാണ് ഫലം, അതിന് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, ഇന്ന കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഇന്ന ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ ഇന്ന ഫലം ലഭിക്കും. അല്ലേ? ഫലം ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കർമ്മം ചെയ്യാറുണ്ടോ? എന്താണ്? പ്രയോജനമനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തതേ. പ്രയോജനമില്ലാതെ, ഒരു ഫലവുമില്ലാതെ മഠയന്മാർ പോലും ഒരു കാര്യവും ചെയ്യുകയില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുക എന്താണ്? എനിക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം? ഒരാൾ LIC കൂടാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുകയാണ്, അന്ന് നമ്മൾ കാല് പിടിച്ച് പറയുകയാണ്, അപ്പം എന്താണ് എനിക്ക് അതുകൊണ്ട് നേട്ടം? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൽ ചേരാൻ പറയുകയാണ്, എന്താണ് അതുകൊണ്ടൊരു നേട്ടം? നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് പതിനായിരക്കണക്കിന് നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ടോ? അടയ്ക്കുന്നില്ല. കാരണം അതിൻ്റെ ഒന്നും വില നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ കർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന് ഫലം ഇച്ഛിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫലം ഉദ്ദേശിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അതാണ് കർമ്മകാണ്ഡത്തിന്റെ പ്രസക്തി. ആ കർമ്മകാണ്ഡം വിധിക്കുന്നത് മീമാംസയാണ്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മത്തെ അനുഷ്ഠിക്കുക. അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഫലം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മത്തെ വിധിക്കുന്നത് മീമാംസ എന്ന് പറയുന്ന കാണ്ഡമാണ്. ആ കാണ്ഡം, അതായത് സ്വർഗകാമോ യജേത, സ്വർഗം കാമിക്കുന്നവൻ, സ്വർഗം ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? യാഗം ചെയ്യണം. സ്വർഗം നിനക്ക് ലഭിക്കണമെങ്കിൽ നീ യാഗം ചെയ്യണം. അപ്പൊ യാഗം ചെയ്താൽ സ്വർഗം കിട്ടും എന്നുള്ളൊരു സങ്കല്പം. അവിടെ സ്വർഗമാണ് കർമ്മകാണ്ഡത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ ജ്ഞാനമാർഗത്തെ അല്ലെങ്കിൽ ജ്ഞാനകാണ്ഡത്തെ സംബന്ധിച്ച്, ബ്രഹ്മകാണ്ഡത്തെ സംബന്ധിച്ച് ബ്രഹ്മപ്രാപ്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആത്മജ്ഞാനം നേടുക, പരമാത്മജ്ഞാനം നേടുക എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ളത്, ഉത്കൃഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പിറകെ പോകണം എന്നാണ് ബ്രഹ്മകാണ്ഡം പറയുന്നത്. എന്നാൽ കർമ്മകാണ്ഡവും ബ്രഹ്മകാണ്ഡവും കഴിഞ്ഞ് അതുപോലെ അടുത്തൊരു കാണ്ഡമാണ് തന്ത്രകാണ്ഡം. തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാണ്ഡമാണ്. ഇപ്പൊ മറ്റു രണ്ടും വേദവുമായിട്ട് ബന്ധപ്പെടുന്നു. അതിൽ നിന്നും തികച്ചും ഭിന്നമായിട്ട് തന്ത്രം എന്ന് പറയുന്ന വിഷയം തന്ത്രകാണ്ഡം എന്ന പദ്ധതിയിലും പെടുന്നു. എന്നാൽ തന്ത്രവും വേദവും തമ്മിൽ ബന്ധമില്ലേ എന്ന് ചോദിച്ചാൽ കേരളീയമായിരിക്കുന്ന തന്ത്രശാസ്ത്രത്തിൽ അത്യധികം ബന്ധം വേദങ്ങളിൽ പറഞ്ഞ കർമ്മവുമായിട്ട് ഉണ്ട് എന്ന് കാണാനും സാധിക്കും. അതുകൊണ്ട് തന്നെ കേരളീയമായിരിക്കുന്ന തന്ത്രം അല്ലെങ്കിൽ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് തികച്ചും സമ്മിശ്രമായിരിക്കുന്ന വൈദികവും താന്ത്രികവും കൂടിച്ചേർന്നുകൊണ്ട്, മാറ്റാൻ പറ്റാത്ത വിധത്തിൽ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു ശാസ്ത്രശാഖയായിട്ടാണ് ഉരുത്തിരിഞ്ഞു വന്നത്. അതുകൊണ്ട് തന്ത്രകാണ്ഡം എന്നുള്ളതിനെ ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളീയർക്ക് പറയാനായിട്ടും സാധിക്കും. അപ്പം അങ്ങനെയുള്ള ആ തന്ത്രത്തിലാണ് ശിവതത്വം, വിഷ്ണുതത്വം, അതുപോലെ ശാക്തേയമായിരിക്കുന്ന തത്വം, ബ്രഹ്മതത്വം, ഇങ്ങനെയുള്ള തത്വങ്ങൾക്ക്, അതുപോലെ ഗാണപത്യം, സൗരം, കൗമാരം, ഇങ്ങനെയുള്ള പല പല തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, അതായത് സൂര്യസംബന്ധമായിട്ടുള്ളത് സൗരം, വിഷ്ണു സംബന്ധമായിട്ടുള്ളത് വൈഷ്ണവം, ശിവസംബന്ധമായിട്ടുള്ളത് ശൈവം, ശക്തി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദേവീ സംബന്ധമായിട്ടുള്ളത് ശാക്തം, സുബ്രഹ്മണ്യ സംബന്ധമായിട്ടുള്ളത് കൗമാരം, ഗണപതി സംബന്ധമായിട്ടുള്ളത് ഗാണപത്യം, ഇങ്ങനെ നിരവധി അനവധി ദേവീദേവന്മാരുടെ സങ്കല്പത്തെ അനുസരിച്ചുകൊണ്ട് അവരെ പ്രധാനമാക്കിക്കൊണ്ടുള്ള സങ്കല്പത്തോടുകൂടി ആരാധിക്കുന്ന, അനുഷ്ഠിച്ചു വരുന്ന ഒരു പദ്ധതിയാണ് തന്ത്രശാസ്ത്രം. ഏത് പദ്ധതിയാണോ ആ പദ്ധതിയിൽ ആ തത്വമായിരിക്കും ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്നത്. എന്നാൽ തന്ത്രശാസ്ത്രത്തിന്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള തത്വം എന്ന് പറയുന്ന 3 തത്വങ്ങൾ ശൈവം, വൈഷ്ണവം, ശാക്തം എന്നുള്ളതാണ്. അതിൽ ശൈവം എന്ന് പറയുന്ന തത്വം
ശിവനെ ആദി സ്വരൂപനായിട്ടും ശാക്തം എന്ന് പറയുന്ന തത്വം ശാക്തം ശക്തി എന്ന് പറയുന്ന ആ സ്വരൂപത്തെ ആദി തത്വമായിട്ടും വൈഷ്ണവം എന്ന് പറയുന്ന തത്വം വിഷ്ണു തത്വം അല്ലെങ്കിൽ ജീവതത്വത്തെ ആദി തത്വമായിട്ടും പറഞ്ഞുകൊണ്ടാണ് അവരുടെ ആ തന്ത്രശാസ്ത്രം പറഞ്ഞു പോരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 3 കാണ്ഡങ്ങളാണ്. എന്താണ്? ബ്രഹ്മകാന്ഡം എന്ന് പറയുന്ന ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം എന്ന് പറയുന്ന യാഗസംബന്ധമായിട്ടും വേദങ്ങളിൽ പറഞ്ഞ കർമ്മത്തെ അനുസരിക്കുന്നതുമായിട്ടുള്ള കാണ്ഡം, മൂന്നാമത്തത് തന്ത്രകാന്ഡം എന്നിങ്ങനെ 3 കാണ്ഡങ്ങൾ. അവ 3ഉം ഒരു പ്രയോജനവും ഇല്ലാത്തതായിട്ട് മാറി. എന്തിൻ്റെ മുമ്പിൽ? ഈ ചണ്ഡി എന്ന് പറയുന്ന സപ്തശതിയുടെ ചണ്ഡി സ്തോത്രത്തിന്റെ മുൻപിൽ അത്യധികം പ്രാധാന്യം. അതുകൊണ്ട് തന്നെ വളരെ പ്രയോജനം, വളരെ കഷ്ടപ്പെടാതെ തന്നെ, അത്യധികം കഷ്ടപ്പെടാതെ വളരെ എളുപ്പത്തിൽ 700 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ 700 മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതായിട്ടുള്ളതെല്ലാം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ പോവുക? ഏറ്റവും എളുപ്പത്തിൽ എന്താണോ നേടാൻ സാധിക്കുന്നത്, എങ്ങനെയാണോ നേടാൻ സാധിക്കുന്നത്, അതിൻ്റെ പിറകെ പോകും അല്ലേ? വളരെ ഈസി ആയിട്ട് നേടാൻ സാധിക്കുന്നതിൻ്റെ പിറകെയാണ് നമ്മൾ സാധാരണ പോകാറ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിറകെ പോകുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഫലം ലഭിക്കുന്നത് ഈ ഒരു മാർഗത്തിലൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്ത്രകാന്ഡത്തെയും വേദകാന്ഡം ബ്രഹ്മകാന്ഡത്തെയും ജ്ഞാനകാന്ഡത്തെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ ചണ്ഡീ സപ്തശതിയുടെ പിറകെ പോയി. അതുകൊണ്ട് തന്നെ മറ്റെല്ലാത്തിൻ്റെയും ഫലം ഇല്ലാതാകുകയും ചെയ്തു, സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ടോ തഥാ തേഷാം ച സാർത്ഥക്യം കർത്തുകാമേന ഭൂതലേ ദാനപ്രതിഗ്രഹാഖ്യേന മന്ത്രോയം കീലിതോ മയാ. എന്താണ്? തഥാ തേഷാം ച ഭൂതലേ സാർത്ഥക്യം കർത്തുകാമേന മയാ അയം മന്ത്ര ദാനപ്രതിഗ്രഹാഖ്യേന കീലിത. തഥാ അപ്പോൾ, തേഷാം ച, തേഷാം എന്ന് പറഞ്ഞാൽ അവർക്ക്, തേഷാം ച അവർക്കും അല്ലെങ്കിൽ അവയ്ക്കും എന്നൊക്കെ അർത്ഥം. ഭൂതലേ ഭൂതലത്തിൽ, ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ, സാർത്ഥക്യമായിട്ടുള്ളത്, പ്രയോജനകരമായിട്ടുള്ളത്, ആ പ്രയോജനത്തെ കാമേന എന്ന് വെച്ചാൽ ആഗ്രഹത്തോടു കൂടി. എന്ത് ആഗ്രഹത്തോടു കൂടി? കർമ്മം ചെയ്യണം എന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടി, ചെയ്യണം എന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടി ആയിരിക്കുന്ന അവർക്ക് ഞാൻ മയാ എന്ന് വെച്ചാൽ എന്നാൽ, അയം മന്ത്ര എന്ന് വെച്ചാൽ ഈ മന്ത്രം, ദാനപ്രതിഗ്രഹാഖ്യേന, ദാനം പ്രതിഗ്രഹം എന്ന് പറയുന്ന ആഖ്യത്തോടു കൂടിയിരിക്കുന്ന, കീലിതമാക്കപ്പെട്ടു. അതായത് ആണി അടിച്ചു എന്നുള്ള അർത്ഥം. കീലിതമാക്കുക എന്ന് പറഞ്ഞാൽ ആണി തറയ്ക്കുക. കീലകം എന്ന് പറഞ്ഞാൽ ആണി. കീലകത്തെ തറയ്ക്കുന്നതിനെയാണ് കീലിതം ചെയ്യുക എന്ന് പറയുക. അതാണ് കീലിത എന്ന് പറയുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ മറ്റുള്ള ശാസ്ത്രങ്ങളുടെയെല്ലാം കർമ്മകാന്ഡങ്ങളുടെയെല്ലാം ജ്ഞാനകാന്ഡങ്ങളുടെയെല്ലാം പ്രസക്തി നഷ്ടപ്പെട്ടപ്പോൾ, അതുകൊണ്ട് തന്നെ തഥാ തേഷാം ച, അതുകൊണ്ട് അവയ്ക്കും ഭൂമിയിൽ പ്രയോജനം ഉണ്ടാകണം. കർമ്മകാന്ഡത്തിനും ജ്ഞാനകാന്ഡത്തിനും തന്ത്രകാന്ഡത്തിനും ഈ പ്രപഞ്ചത്തിലെ പ്രയോജനമുണ്ടാകണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി, എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടുകൂടി ഞാൻ എന്ത് ചെയ്തു? ഈ സപ്തശതി എന്ന് പറയുന്ന സ്തോത്രത്തെ ദാനപ്രതിഗ്രഹാരൂപമായിട്ടുള്ള ആണി ഞാൻ തറച്ചു. അതായത് ആ സമയത്ത് ഞാൻ ഭൂമിയിൽ ആ വൈദിക താന്ത്രിക കാണ്ഡങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ദാനപ്രതിഗ്രഹരൂപമായിരിക്കുന്ന കീലകം എന്ന് പറയുന്ന ആ കീലകം കൊണ്ട് ഈ സ്തോത്രത്തിന് ഒരു ആണി അടിച്ചു എന്നർത്ഥം. അതാണ് മഹാദേവൻ പറയണം. എന്നിട്ടോ ദാനപ്രതിഗ്രഹാഖ്യം യൽ തൽ കീലകമുദാഹൃതം തദാരഭ്യ ച മന്ത്രോയം കീലകേനാസ കീലിത. എന്താണ്? മാത്രമല്ല എന്നിട്ട് പറയുന്നു, ന സർവേഷാം ഭവേൽ സിദ്ധ്യൈ യേ കീലകപരാങ്മുഖ. എന്താണ് പറഞ്ഞത് നോക്കൂ. ദാനപ്രതിഗ്രഹാഖ്യം യൽ തൽ കീലകമുദാഹൃതം
തദാരഭ്യ ച മന്ത്രോയം കീലകേനാസകീലിത ന സർവേഷാം ഭവൈൽ സിദ്ധ്യൈ യേ കീലകപകരാൻമുഖ. ഇവിടെ പറയാണ്, ദാന പ്രതിഗ്രഹാഖ്യം യൽ യൽ കീലകം ഉദാഹൃതം തദാരഭ്യ അയം മന്ത്ര കീലകേന കീലിതം ആസ യേ കീലകപരാങ്മുഖ സർവേഷാം സിദ്ധ്യൈ ന ഭവേൽ. എന്താണ് പറയുന്നത്? ദാനപ്രതിഗ്രഹാഖ്യം. ആഖ്യം എന്ന് പറഞ്ഞ പേര്. എന്താണ് പേര്? ദാനപ്രതിഗ്രഹാഖ്യം. ദാനം എന്നും പ്രതിഗ്രഹമെന്നും പേരോടുകൂടിയത് പറയപ്പെടുന്നത്. യത് യാതൊന്നാണോ, തത് അത്, കീലകം ഉദാഹൃതം കീലകം എന്ന് ഉദാഹൃതമാക്കപ്പെട്ടു, പറയപ്പെട്ടു എന്നർത്ഥം. ഇപ്പൊ ദാനം പ്രതിഗ്രഹം എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ എന്ന് പറയുന്ന കാര്യത്തെ, അത് ഏതൊന്നാണോ അതിനെ കീലകം എന്ന് പറയപ്പെട്ടു. അപ്പൊ കീലകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാനം പ്രതിഗ്രഹം എന്ന കർമ്മങ്ങളെയാണ് കീലകമെന്ന് പറയപ്പെടുന്നത്. എന്നിട്ടോ തദാരഭ്യ അയം മന്ത്ര, തദാരഭ്യ അത് ആരംഭിച്ചുകൊണ്ട്, ആ സമയം മുതൽ എന്നർത്ഥം. അയം മന്ത്ര ഈ മന്ത്രം, കീലകേന കീലിതം ആസ കീലകേന കീലകം കൊണ്ട്, ആണികൊണ്ട്, കിലിതം ആസ കിലിതമാക്കപ്പെട്ടു, അടിച്ചുറക്കപ്പെട്ടു, അടിച്ച് ഉറപ്പിക്കപ്പെട്ടു എന്നർത്ഥം. യേ കീലകപരാങ്മുഖ സർവേഷാം സിദ്ധ്യൈ ന ഭവേൽ. യേ യാതൊരുവരാണോ അവര് കീലകപരാങ്മുഖ കീലകപരാങ്മുഖരായിട്ടുള്ളത്, അതായത് കീലകത്തിന് പരാങ്മുഖത്വത്തോടു കൂടിയവരായിട്ടുള്ളത്, അതിനെ തിരിഞ്ഞു നോക്കാത്തവരാരാണോ എന്നർത്ഥം. സർവേഷാം തേഷാം അവർക്കെല്ലാം തന്നെ സിദ്ധ്യൈ ന ഭവേൽ സിദ്ധിക്കായിക്കൊണ്ട് ഭവിക്കുകയില്ല, അതായത് അവർക്ക് യാതൊരു സിദ്ധിയും ലഭിക്കുകയില്ല എന്നർത്ഥം. അപ്പം ദാനം പ്രതിഗ്രഹാഖ്യം, ദാനം പ്രതിഗ്രഹണം തുടങ്ങിയിട്ടുള്ള പേരോട് കൂടിയിരിക്കുന്ന ഏതൊന്നാണോ കീലകം എന്ന് പറയപ്പെടുന്നത്, ആ കീലകം എന്ന് പറയുന്ന ദാനവും പ്രതിഗ്രഹവും അനുസരിക്കാതെ കർമ്മം ചെയ്യുന്നവൻ, ഈ പറയുന്ന വിഷയങ്ങളെ അനുസരിക്കുന്നവൻ, അന്ന് മുതൽ ഈ സപ്തശതി എന്ന് പറയുന്ന സ്തോത്രം ആണികൊണ്ട് അടിച്ചുറപ്പിച്ച പോലെയായിട്ട് ഭവിച്ചു. ഈ കീലകവും അനുസരിക്കാത്തവര്, അതായത് ദാനം പ്രതിഗ്രഹം എന്ന് പറയപ്പെടുന്ന ആ കീലകത്തെ അനുസരിക്കാത്തവര്, അതിനെ അനുഷ്ഠിക്കാത്തവര് ആരാണോ, ആ പരാങ്മുഖരായിരിക്കുന്നവർക്കെല്ലാം അവർക്കൊന്നും സിദ്ധി ലഭിക്കുകയില്ല. ഇതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ഫലം എന്താണോ അത് പ്രാപിക്കുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് അത്യധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ് കീലകം എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ സപ്തശതിയെ ഉപാസിക്കുന്നവൻ, സപ്തശതിയെ ജപിക്കുന്നവൻ, സപ്തശതി പാരായണം ചെയ്യുന്നവൻ കീലകവും അതിനോടൊപ്പം പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സിദ്ധി ഉണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയാണ്, യേ നരാ കീലകേനേമം ജപന്തി പരയാമുദ തേഷാം ദേവി പ്രസന്നാ സ്യാത് തതഃ സർവാ സമൃദ്ധയ. എന്താണ് പറഞ്ഞത്? യേ നരാ ഇമം കീലകേന പരയാമുദയാ ജപന്തി തേഷാം ദേവി പ്രസന്നാ സ്യാത് തതഃ സർവാ സമൃദ്ധയ. യേ നരാ ഏതൊരു നരന്മാരാണോ, ഏതൊരു മനുഷ്യരാണോ, ഇമം കീലകേന, ഇമം എന്ന് വെച്ചാൽ ഈ, കീലകേന കീലകം കൊണ്ട്, പരയാമുദയ പരയായിരിക്കുന്ന, മുദ മുദത്തോടുകൂടി, ജപന്തി ജപിക്കുന്നത്, അത്യധികം സന്തോഷത്തോടുകൂടി അത്യധികം പ്രീതിയോടുകൂടി ആരാണോ ഈ കീലകത്തെ ജപിക്കുന്നത്, തേഷാം അവർക്ക് ദേവി പ്രസന്നാസ്യ ദേവി പ്രസന്നയായിട്ട് സ്യാൽ ഭവിക്കും. അപ്പോൾ ഏത് മനുഷ്യരാണോ ഈ കീലകത്തെ അത്യധികം സന്തോഷത്തോടുകൂടി പ്രീതിയോടുകൂടി ജപിക്കുന്നത്, അവർക്ക് ദേവി പ്രസന്നയായിരിക്കും, അവരിൽ ദേവി പ്രസാദിക്കും എന്നർത്ഥം. തഥാ അതുകൊണ്ട് സർവാ സമൃദ്ധയ സർവസമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നർത്ഥം. മാത്രമല്ല ത്വൽ പ്രസൂതസ്ത്വദാജ്ഞപ്തസ്
ത്വദ്ദാസ്ത്വൽ പരായണ ത്വന്നാമചിന്തനപരസ്ത്വദർത്ഥേഹം നിയോജിത. എന്താണ്? ത്വൽ പ്രസൂത ത്വദാജ്ഞപ്ത ത്വദ്ദാസ ത്വൽ പരായണ ത്വന്നാമചിന്തനപര അഹം ത്വദർത്ഥേ നിയോജിത. എന്താണ്? ത്വൽ പ്രസൂത. പ്രസൂത എന്ന് പറഞ്ഞാൽ പ്രസവിക്കപ്പെട്ടവൻ. ത്വൽ പ്രസൂത അങ്ങയാൽ പ്രസവിക്കപ്പെട്ടവൻ. ത്വദാജ്ഞപ്ത ആജ്ഞപ്ത എന്ന് വെച്ചാൽ ആജ്ഞാപിക്കപ്പെട്ടവൻ. ത്വദാജ്ഞപ്ത അങ്ങയാൽ ആജ്ഞാപിക്കപ്പെട്ടവൻ. ത്വദ്ദാസ ദാസ എന്ന് വെച്ചാൽ ദാസൻ. ത്വദ്ദാസ അങ്ങയുടെ ദാസൻ. ത്വൽ പരായണ അങ്ങയുടെ പരായണൻ എന്ന് പറഞ്ഞാൽ അങ്ങയെ തന്നെ ശരണാഗതി പ്രാപിച്ചവൻ. അങ്ങത് മാത്രമാണ് ആശ്രയം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അങ്ങയെ ആശ്രയിച്ചവൻ. ത്വന്നാമ ചിന്തനപര അങ്ങയുടെ നാമത്തിൽ ചിന്തനപരനായിരിക്കുന്നവൻ, ചിന്താപരനായിരിക്കുന്നവൻ, അങ്ങയുടെ നാമം മാത്രം ആശ്രയിക്കുന്നവൻ, അതിനെ ജപിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അഹം ഞാൻ ത്വദർത്ഥേ നിയോജിത. ത്വദർത്ഥേ അങ്ങയ്ക്കായിക്കൊണ്ട് എന്നർത്ഥം. അങ്ങയ്ക്കായിക്കൊണ്ട് നിയോജിതനാക്കപ്പെട്ടവനാണ്. അങ്ങയ്ക്കായിക്കൊണ്ട് ഞാൻ നിയോഗിക്കപ്പെട്ടവനാകുന്നു. അപ്പൊ എന്താണ്? ആ ഒരു ഭാവത്തിൽ വേണം ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ ദേവതയെ ആശ്രയിക്കാൻ. അപ്പോൾ ആരെയാണോ നമ്മൾ അല്ലെങ്കിൽ ആരുടെ മന്ത്രമാണോ ജപിക്കുന്നത്, ആരുടെ പാദങ്ങളെയാണോ നമ്മൾ വണങ്ങുന്നത്, ആരുടെ ഐശ്വര്യത്തെയാണോ നമ്മൾ കാക്ഷിക്കുന്നത്, ആരുടെ അനുഗ്രഹത്തെയാണോ നമ്മൾ കാക്ഷിക്കുന്നത്, ആ ദേവത, ആ ശക്തി, ആ പരമമായ തത്വം അതെന്താണോ അതാണെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പരം മറ്റൊന്നുമില്ല, അതിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല, സർവം തത് എന്നുള്ള ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് അങ്ങയാൽ പ്രസവിക്കപ്പെട്ടവനാകുന്നു, അങ്ങയാൽ ആജ്ഞപ്തനാകുന്നു, അങ്ങ് പറയുന്ന കാര്യങ്ങളെ ഞാൻ അനുസരിക്കും, അക്ഷരം പ്രതി അനുസരിക്കും. കാരണം അങ്ങ് ആജ്ഞാപിച്ചതാണ്. അങ്ങ് പറഞ്ഞാൽ അതെനിക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പറയപ്പെടുന്നത് എന്തും അങ്ങയുടെ ആജ്ഞയാണ്. അതുകൊണ്ട് തന്നെ അനുസരിക്കേണ്ടതായിട്ടുള്ളത് എല്ലാത്തിനെയും ഞാൻ അനുസരിക്കേണ്ടതാകുന്നു. തുദ്ദാസ ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അങ്ങയ്ക്ക് വേണ്ടിയുള്ളതാകുന്നു. മാത്രമല്ല അങ്ങ് തന്നെയാണ് എനിക്ക് ആശ്രയം എന്ന് ഞാൻ നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് അങ്ങയുടെ നാമങ്ങളെ ജപിക്കുന്നവനായിരിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ പൂർണ്ണമായിട്ടും അങ്ങയ്ക്ക് സമർപ്പിക്കപ്പെടുന്നവനാകുന്നു. ഞാൻ എന്നെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഇതാണ് ശരണാഗതി എന്ന് പറയുന്നത്. എന്താണ്? അങ്ങയാണ് എന്നെ പ്രസവിച്ചത്, അല്ലെങ്കിൽ അങ്ങ് കാരണമാണ് എനിക്ക് ജീവൻ ലഭിച്ചത്. അങ്ങാണ് എനിക്ക് എല്ലാ വഴികളും പറഞ്ഞു തരുന്നത്. ഇന്നത് ചെയ്യൂ, ഇന്നത് പറയൂ, ഇന്ന വഴിയിലൂടെ പോകൂ, ഇന്നത് ചെയ്യരുത്, ഇന്നത് പറയരുത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങയുടെ ആജ്ഞയനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. എൻ്റെ പ്രവൃത്തികളെല്ലാം, ഏത് പ്രവൃത്തിയാണെങ്കിലും അത് അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങ് തന്നെയാണ് എൻ്റെ ആശ്രയം. അങ്ങല്ലാതെ മറ്റാരും എനിക്ക് ആശ്രയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയുടെ നാമമാണ് എല്ലായ്പ്പോഴും ഉരുവിടുന്നത്. ഞാൻ എന്ത് നാമം പറഞ്ഞാലും, ഞാൻ എന്ത് ശബ്ദം ഉച്ചരിച്ചാലും അത് അങ്ങയുടെ നാമമാകുന്നു. ഞാൻ അങ്ങേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കപ്പെട്ടവനായിരിക്കുന്നു, സമർപ്പിതനായിരിക്കുന്നു, സറണ്ടർ ആയിരിക്കുന്നു, ശരണാഗതി പ്രാപിച്ചവനായിരിക്കുന്നു. അങ്ങ് മാത്രമാണ് എനിക്ക് ഉള്ളത്, അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നുള്ള ഭാവം, അതാണ് ശരണാഗതി. അങ്ങനെ ആ ശരണാഗതിയായിട്ടുള്ള അവൻ എന്നിട്ടോ മയാർജിതമിതം സർവം തവസ്വം പരമേശ്വരി രാഷ്ട്രം ബലം കോശഗൃഹം സൈന്യമന്യച്ച സാധനം ത്വദധീനം കരിഷ്യാമി യത്രാർത്ഥേ ത്വം നിയോക്ഷ്യസി തത്ര ദേവി സദാ വർത്തേ തവാജ്ഞാമേവ പാലയൻ. എന്താണ്? ഹേ പരമേശ്വരി, മയാ ആർജിതം ഇതം സർവം തവസ്വം രാഷ്ട്രം ബലം കോശഗൃഹം സൈന്യം അന്യൽ സാധനം ച ത്വദധീനം കരിഷ്യാമി. ഹേ ദേവി, ത്വം യത്രാർത്ഥേ നിയോക്ഷ്യസി തവാജ്ഞാം പാലയൻ സദാ തത്ര ഏവ വർത്തേ.
എന്താണ് പറയുന്നത് നോക്കൂ. ഹേ പരമേശ്വരി, അല്ലയോ പരമേശ്വരി, പരമേശ്വരന്റെ ശക്തിയാണ് പരമേശ്വരി. ആ മഹാദേവനും മഹാദേവിയും, ശിവനും ശക്തിയും, പരമേശ്വരനും പരമേശ്വരിയും, അതാണ് പൂർണ്ണമായിട്ടുള്ള തത്വം. അങ്ങനെയുള്ള ആ പരമേശ്വരിയോട് പറയാണ്, ഹേ പരമേശ്വരി, മയാ ആർജിതം ഇതം സർവം. സർവം എന്ന് പറഞ്ഞാൽ മുഴുവൻ, പൂർണ്ണം എന്നർത്ഥം. ഇതം സർവം, ഇത് മുഴുവൻ. എങ്ങനെയുള്ള ഇത് മുഴുവൻ? മയാ ആർജിതം. ആർജിതം എന്ന് പറഞ്ഞാൽ ആർജിക്കപ്പെട്ട, സമ്പാദിക്കപ്പെട്ട, സ്വരൂപിക്കപ്പെട്ട. ആരാൽ സ്വരൂപിക്കപ്പെട്ട, സമ്പാദിക്കപ്പെട്ട? മയാ. മയാ വെച്ചാൽ എന്നാൽ. അപ്പൊ എന്നാൽ സമ്പാദിക്കപ്പെട്ട ഇതെല്ലാം തന്നെ തവസ്വം. തവ എന്ന് വെച്ചാൽ അങ്ങയുടെ, സ്വം സ്വന്തമാകുന്നു, സ്വത്താകുന്നു. അപ്പൊ ഞാൻ ആർജിച്ചതായിട്ടുള്ളത് യാതൊന്നാണോ, ഏതൊക്കെയാണോ അത് പൂർണ്ണമായിട്ടും ആരുടേതാണ്? തവ. തവ അങ്ങയുടേതാണ്, അങ്ങയുടെ സ്വത്താണ്. എനിക്ക് എന്ന് പറയുന്ന യാതൊന്നും ഇല്ല. എന്നിൽ എന്തൊക്കെയുണ്ടോ, ഞാൻ എന്തൊക്കെ നേടിയോ അത് മുഴുവൻ അങ്ങയുടേതാണ്. ആർക്കാകും ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ? നമ്മൾ 10 കിട്ടുകിൽ 100 മതി എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെ സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസകരമാണ്. ആ ദേവിയുടെ, ആ ഭഗവാന്റെ കാലുകൾ പൂർണ്ണമായിട്ടും മറ്റൊരാശ്രയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ പരമേശ്വരിയോട് പറയാണ്, മയാ ആർജിതം ഇതം സർവം, എന്നാൽ ആർജിക്കപ്പെട്ട ഇത് മുഴുവനായിട്ടും അങ്ങയുടെ സ്വത്താകുന്നു. തപസ്വം. ഈ ജീവിതകാലം മുഴുവനായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല, എൻ്റേതായിട്ടൊന്നുമില്ല. ഇത് പൂർണ്ണമായിട്ടും അങ്ങയുടേതാകുന്നു. രാഷ്ട്രം, ബലം, കോശഗൃഹം, സൈന്യം. എന്തൊക്കെയാണ് രാഷ്ട്രം? അത് അങ്ങയുടേതാകുന്നു. ബലം, ബലം എന്ന് പറഞ്ഞാൽ സൈന്യം, സൈന്യവും അങ്ങയുടേതാകുന്നു. കോശഗൃഹം, കോശഗൃഹം എന്ന് പറഞ്ഞാൽ ഭണ്ഡാരം, അതും അങ്ങയുടേതാകുന്നു. സൈന്യം, സൈന്യവും അങ്ങയുടേതാകുന്നു. ബലം എന്നുള്ള 2 പദം അവിടെ ബലം എന്ന് പ്രയോഗിച്ചതുകൊണ്ട്, ഇവിടെ സൈന്യം എന്നുകൂടെ പ്രയോഗിച്ചതുകൊണ്ട് ബലത്തിന് ബലം എന്ന് തന്നെ നമുക്ക് അർത്ഥം സ്വീകരിക്കാം. അപ്പോൾ രാഷ്ട്രവും ബലവും കോശഗൃഹവും, അതായത് ഭണ്ഡാരവും സൈന്യവും, ബലം എന്നുള്ളതിന് സൈന്യം എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അന്യൽ സാധനം ച, അന്യൽ സാധനം, മറ്റ് സാധനം എന്തൊക്കെയുണ്ടോ അതെല്ലാം, അതായത് മറ്റു സകല സാധനങ്ങളും ത്വദധീനം കരിഷ്യാമി, അങ്ങയുടെ അധീനമായിട്ട്, അങ്ങയ്ക്ക് അധീനമാക്കിക്കൊണ്ട് അഹം കരിഷ്യാമി, ഞാൻ ചെയ്യുന്നു. അതായത് ഈ എൻ്റേതായിട്ട് എന്ന് പറയപ്പെടുന്നതെല്ലാം, അതായത് രാഷ്ട്രവും ബലവും കോശഗൃഹവും ഭണ്ഡാരവും സൈന്യവും മറ്റെന്തൊക്കെ സാധനം എൻ്റേത് എന്ന് പറയപ്പെടുന്നുണ്ടോ അതെല്ലാം ഞാൻ അങ്ങയുടേതായിട്ട് സമർപ്പിക്കുന്നു, അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അല്ലയോ ദേവി, ഹേ ദേവി, ത്വം അങ്ങ് യത്രാർത്ഥേ നിയോക്ഷസി, യാതൊരർത്ഥത്തിനാണോ, ഏതൊരു കാര്യത്തിനാണോ നിയോക്ഷസി, മാം നിയോക്ഷസി, എന്നെ നിയോഗിക്കുന്നത്, തവ ആജ്ഞാം പാലയൻ, തവ ആജ്ഞാം അങ്ങയുടെ ആജ്ഞ പാലിച്ചുകൊണ്ട്, പാലയൻ സദാ എല്ലായ്പ്പോഴും, തത്ര ഏവ വർത്തതേ, തത്ര ഏവ അവിടെ തന്നെ, വർത്തതേ വർത്തിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്നു, ഇതെല്ലാം അങ്ങിൽ നിന്നാണ് എന്നിലേക്ക് എത്തിയത്, അതുകൊണ്ട് ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം അങ്ങയുടേതാണ് എന്ന് പൂർണ്ണമായിട്ട് ആ ഒരു മമതാബന്ധം വെടിഞ്ഞുകൊണ്ട്, ആർക്കും സാധിക്കാത്ത തരത്തിലാണ് ഈ മമതാബന്ധമാണ് നമ്മളെ പലപ്പോഴും ബന്ധപ്പെടുത്തി നിർത്തുന്നത്. എൻ്റേതാണ്, എനിക്കുള്ളതാണ്, എന്നോടൊപ്പമുള്ളതാണ്, മറ്റുള്ളവൻ്റേത് എല്ലാം എന്നുള്ള ആ ഒരു ഭാവത്തോട് കൂടിയിട്ട്, ആ ഭാവം വരുമ്പോഴാണ്, മമതാബന്ധം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ മമതാബന്ധങ്ങളെല്ലാം വെടിഞ്ഞ് ഏതിൽ നിന്നാണോ ഇതെല്ലാം വന്നത് അതിലേക്ക് തന്നെ എത്തിച്ചേരേണ്ടതാണ്. ഇതൊന്നും എൻ്റെ സ്വത്തല്ല, ഇതെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ഭാവത്തോടുകൂടി ആ ഭഗവതിയെ ആശ്രയിച്ചുകൊണ്ട്, തവാജ്ഞാം പാലയൻ സദാ സർവത്ര സദാ തത്ര ഏവ വർത്തതേ, അങ്ങയുടെ കാൽപാദത്തിൽ ഞാൻ എല്ലായ്പ്പോഴും വർത്തിക്കുന്നുണ്ട്, ഇതെല്ലാം അങ്ങേക്കുള്ളതാകുന്നു എന്ന് ഉള്ള ആ ഒരു ശരണാഗതിയോട് കൂടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഇതി സഞ്ചിന്യ മനസാ സ്വാർജിതാനി ധനാനി ച കൃഷ്ണായാം വാ ചതുർദശ്യാം അഷ്ടമ്യാം വാ സമാഹിത സമർപ്പയൻ മഹാദേവ്യൈ സ്വാർജിതം സകലം ധനം രാഷ്ട്രം ബലം കോശഗൃഹം നവം യദ്യദുപാർജിതം അസ്മിൻ മാസി മയാ ദേവി തുഭ്യമേതൽ സമർപ്പിതം. അതായത് ഈ ഒരു ചിന്തയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ
എന്നുള്ള ആ ഒരു ഭാവമൊക്കെ മറക്കുകയല്ല, ആ ഒരു ഭാവമില്ലാതെ, മറക്കണമെങ്കിൽ ഉണ്ടാകണം, ഉണ്ടാകുന്നില്ല അവിടെ. അങ്ങനെ ഒരു ഭാവമേ അവിടെ ഉദിക്കുന്നില്ല. അങ്ങനെ ഭാവമില്ലാതെ, മമതാബന്ധമില്ലാതെ, എൻ്റേതെന്നുള്ള ഭാവമില്ലാതെ അതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള ആ ഒരു ഭാവത്തോടു കൂടി ഇതി സഞ്ചിന്യ, ഇപ്രകാരം മനസാ സഞ്ചിന്യ എന്നാണ്, ഇപ്രകാരം മനസ്സുകൊണ്ട് സഞ്ചിന്തനം ചെയ്തിട്ട് വിചാരിച്ചിട്ട് സ്വാർജിതാനി ധനാനിച, സ്വാർജിതാനി തന്നാൽ ആർജിക്കപ്പെട്ട, തന്നാൽ സമ്പാദിക്കപ്പെട്ട, ധനാനി ധനങ്ങളും, ധനാനിച ധനങ്ങളും സ്വത്തുക്കളും, കൃഷ്ണായാം അഷ്ടമ്യാം, കൃഷ്ണായാം അഷ്ടമ്യാം എന്ന് വെച്ചാൽ അവിടെ കൃഷ്ണാഷ്ടമി എന്നർത്ഥം, കൃഷ്ണാഷ്ടമിയിലോ എന്നർത്ഥം. കൃഷ്ണായാം അഷ്ടമ്യാം, കൃഷ്ണാഷ്ടമിയിൽ, അതായത് കറുത്ത പക്ഷത്തിലെ അഷ്ടമി എന്ന് പറയുന്ന തിഥിയിൽ സമാഹിതനായിട്ട്, അതായത് മനസ്സിനെയും ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും ഒക്കെ ഏകാഗ്രമാക്കിക്കൊണ്ട്, ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് സമാഹിത മനഃ എന്നൊക്കെ പറയാറുണ്ട്. സമാഹിതനായിട്ട്, ഏകാഗ്ര ചിത്തനായിട്ട്, മഹാദേവ്യയെ സമർപ്പയിൽ, മഹാദേവിക്കായിക്കൊണ്ട് സമർപ്പിക്കണം. അപ്പോൾ ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം അങ്ങയുടേതാണ്, അങ്ങിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മമതാബന്ധമെല്ലാം ഇട്ട് അങ്ങേക്ക് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് എന്നാൽ ആർജിക്കപ്പെട്ട ധനമെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളൊരു ഭാവത്തോടു കൂടി തന്നാൽ ആർജിക്കപ്പെട്ട ധനമെല്ലാം കൃഷ്ണാഷ്ടമി ദിവസം ഏകാഗ്ര ബുദ്ധിയോടുകൂടി, ഏകാഗ്ര ചിത്തത്തോടു കൂടിയിട്ട് മഹാദേവിക്കായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ സമർപ്പിക്കണം. ഹേ ദേവി, അസ്മിൻ മാസി മയാ സ്വാർജിതം സകലം ധനം രാഷ്ട്രം ബലം കോശഗൃഹം യൽ നവം ഉപാർജിതം ഏതൽ തുഭ്യം സമർപ്പിതം. എന്താണ്? മഹാദേവിക്കായിക്കൊണ്ട് സമർപ്പിക്കണം. ഹേ ദേവി, അല്ലയോ ദേവി, അല്ലയോ ഭഗവതി, അല്ലയോ അമ്മേ, അസ്മിൻ മാസി, ഈ മാസത്തിൽ, അസ്മിൻ എന്ന് വെച്ചാൽ ഈ മാസത്തിൽ, ഈ മാസത്തിൽ മയാ സ്വാർജിതം, മയാ എന്നാൽ, സ്വാർജിതം എന്ന് വെച്ചാൽ സ്വാർജിതമായിരിക്കുന്ന, ആർജിക്കപ്പെട്ട, സമ്പാദിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ മാസത്തിൽ എന്നാൽ സമ്പാദിക്കപ്പെട്ട സകലം ധനം, സകല ധനവും, രാഷ്ട്രം, ബലവും എന്നുവെച്ചാൽ സൈന്യവും, കോശഗൃഹവും ഭണ്ഡാരവും, യൽ നവം ഉപാർജിതം, യാതൊക്കെയാണോ, ഏതൊന്നാണോ പുതുതായിട്ട്, നവം എന്ന് വെച്ചാൽ പുതുതായിട്ട്, ഉപാർജിതമാക്കപ്പെട്ടത്, സമ്പാദിക്കപ്പെട്ടത്, ഏതൽ ഇത് സർവം എന്ന് കൂടെ പറയാം അവിടെ, ഏതൽ സർവം തുഭ്യം സമർപ്പിതം, തുഭ്യം അങ്ങേക്കായിക്കൊണ്ട് സമർപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ മാസത്തിൽ ഞാൻ എന്തൊക്കെയാണോ സമ്പാദിക്കപ്പെട്ടത്, എന്നാൽ എന്തൊക്കെയാണോ സമ്പാദിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണോ സമ്പാദിച്ചത്, അത് ധനമാണെങ്കിലും രാഷ്ട്രമാണെങ്കിലും സൈന്യമാണെങ്കിലും ഭണ്ഡാരമാണെങ്കിലും ഏതൊക്കെയുണ്ടോ അത് മുഴുവൻ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നമ്മളൊക്കെ എന്താണ് സമ്പാദിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാകും. അത് പൂർണ്ണമായിട്ടും അതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എവിടെയാണ് എത്തേണ്ടത് എന്നുകൂടെ മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഇവിടെ നൽകുന്നത്? ആ ഭഗവതിയിൽ നിന്ന് ലഭിച്ചതാണതെല്ലാം എന്നുള്ള ഭാവത്തോടു കൂടി ഞാൻ ഈ മാസത്തിൽ നേടിയിരിക്കുന്ന സർവ്വധനവും രാഷ്ട്രവും സൈന്യവും ഭണ്ഡാരവും ഒക്കെ എന്നുവേണ്ട ഞാനുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്താണോ അതെല്ലാം ഞാൻ അങ്ങേക്ക് നൽകുന്നു, അത് സമർപ്പിക്കുന്നു എന്ന് ഉള്ളൊരു ഭാവം. നമ്മൾ സാധാരണ പൂജ, ഏതൊരു പൂജയാണെങ്കിലും ആ പൂജയുടെ അവസാന ഭാവത്തെങ്കിൽ നമ്മൾ പറയാറുണ്ട്, മാം മദീയഞ്ച സകലമസ്മൽ സ്വാമിനെ നാരായണായ തുഭ്യം സമ്യക് സമർപ്പയാമി. അതേ തത്വം, അതേ ഉദ്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണിത്, അല്ലേ? മാം മദീയഞ്ച, മാം എന്നെയും, മദീയഞ്ച ഞാനുമായി ബന്ധപ്പെട്ടത്, അതെന്തൊക്കെയാണോ എൻ്റേതായിട്ടുള്ളത്, എന്തൊക്കെയാണോ സകലം, അത് സകലത്തെയും സർവത്തെയും അസ്മൈ നാരായണായ, ഈ നാരായണനായിക്കൊണ്ട് അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ളൊരു ഭാവത്തോടു കൂടിയിട്ടാണ് നമ്മൾ സാധാരണ ഓരോ പൂജ ചെയ്യുമ്പോഴും അവസാനം പൂർണ്ണപുഷ്പാഞ്ജലി സമയത്ത് സമർപ്പണ മന്ത്രമായിട്ട് ചൊല്ലുന്നത്. മാം മദീയഞ്ച സകലമസ്മൽ സ്വാമിനെ നാരായണായ തുഭ്യം സമ്യക് സമർപ്പയാമി. വേണ്ട വിധത്തിൽ സമർപ്പിക്കുന്നു അങ്ങേക്ക്. അത് നാരായണനാണെങ്കിൽ നാരായണൻ എന്നുള്ള പദം പ്രയോഗിക്കും, ശിവനാണെങ്കിൽ സദാശിവായ തുഭ്യം സമ്യക് സമർപ്പയാമി എന്നോ മഹാദേവായ എന്നോ ഉപയോഗിക്കും.
അതുപോലെ ഭഗവതിയാണെങ്കിൽ ആ ഭഗവതിയുടെ പേര് ഉപയോഗിക്കും. ഏത് ദേവതയാണോ നമ്മൾ പൂജിക്കുന്നത് ആ ദേവതയ്ക്ക് നമ്മൾ സർവം ഞാനുമായി ബന്ധപ്പെട്ടത്, ഞാൻ സമ്പാദിച്ചത്, എനിക്ക് ഉള്ളതായിട്ടുള്ളതെല്ലാം സമർപ്പിക്കും. രണ്ടേ രണ്ട് വാക്കുകളിൽ മാം മദീയം ച എന്നാണ് പറഞ്ഞത്. ഞാനുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണോ അതിനെയെല്ലാം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. മനസ്സാ ഉള്ളൊരു സമർപ്പണമാണ്. നമ്മൾ ചെയ്യുമോ? ഇല്ല. മന്ത്രം ചൊല്ലും, അർച്ചിക്കും എന്നല്ലാതെ ആ ഒരു ഭാവം നമ്മളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സ്വന്തം ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പം എന്താ ഇവിടെ പറയുകയാണ്, ഞാനുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതി ധ്യാത്വാ തതോ ദേവ്യാ പ്രസാദാൽ പ്രതിഗൃഹ്യ ച വിഭജ്യ പഞ്ചധാ സർവം ത്ര്യംശാൻ സ്വാർത്ഥം പ്രകൽപ്പയേൽ ദേവപിത്രതിഥീനാഞ്ച ക്രിയാർത്ഥം ത്വേകമാദിശേൽ ഏകാംശം ഗുരവേ ദദ്യാൽ തേന ദേവി പ്രസീദതി. എന്താണ്? ഇതി ധ്യാത്വ തതഃ ദേവ്യാ പ്രസാദാൽ പ്രതിഗൃഹ്യ ച സർവം പഞ്ചധാ വിഭജ്യ ത്ര്യംശാൻ സ്വാർത്ഥം പ്രകൽപ്പയേൽ ഏകം തു ദേവപിത്രതിഥീനാം ച ക്രിയാർത്ഥം ആദിശേൽ ഏകാംശം ഗുരവേ ദദ്യാൽ തേന ദേവി പ്രസീദതി. ദേവി പ്രസീദതി, തേന ദേവി പ്രസീദതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദേവി പ്രസാദിക്കും. ഏതുകൊണ്ടാണ്? നോക്കൂ. ഇതി ധ്യാത്വ, ഇപ്രകാരം ധ്യാനിച്ചിട്ട്, എപ്രകാരം? മേൽപ്പറഞ്ഞ പോലെ മയാ സ്വാർജിതം സകലം ധനം രാഷ്ട്രം ബലം കോശഗൃഹം യൽ നവമുപാർജിതം ഏതൽ തുഭ്യം സമർപ്പിതം എന്നുള്ള ആ ഒരു മന്ത്രത്തോടു കൂടിയിട്ട് ഹേ ദേവി എന്നൊക്കെ പറഞ്ഞിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഇതി ധ്യാത്വ ഇപ്രകാരം ധ്യാനിച്ചിട്ട്, തതഃ അതിനുശേഷം ദേവ്യാ പ്രസാദാൽ ദേവിയുടെ പ്രസാദം കൊണ്ട് പ്രതിഗൃഹ്യച്ച അതിനെ പ്രതിഗ്രഹിച്ചിട്ട്, ദേവിയുടെ പ്രസാദം എന്താണോ അതിനെ, ദേവിയുടെ അനുഗ്രഹം എന്താണോ അതിനെ പ്രതിഗ്രഹിച്ചിട്ട് സ്വീകരിച്ചിട്ട്, സർവം പഞ്ചധാ വിഭജ്യ സർവം എല്ലാത്തിനെയും, ആ ദേവിയുടെ അനുഗ്രഹമാകുന്ന എല്ലാത്തിനെയും പഞ്ചധാ വിഭജ്യ അഞ്ചായിട്ട് ഭാഗിച്ച് വിഭജിച്ചിട്ട്, ത്രിയംശാൻ അതിൻ്റെ മൂന്നംശങ്ങളെ, മൂന്ന് ഭാഗങ്ങളെ, സ്വാർത്ഥം തനിക്ക് വേണ്ടിയിട്ട് എടുക്കണം, കൽപ്പിക്കണം. പ്രകൽപ്പയിൽ, സ്വാർത്ഥം പ്രകൽപ്പയിൽ, തനിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഭാവത്തിൽ കൽപ്പിക്കണം. അപ്പോൾ ഇപ്രകാരം മേൽപ്പറഞ്ഞ തരത്തിൽ ദേവിയെ ധ്യാനിച്ച് അത് ആ ദേവിയുടെ പ്രസാദമാണ് എന്നുള്ള ഭാവത്തോടു കൂടി സ്വീകരിച്ചിട്ട് ആ ലഭിച്ചതെല്ലാം 5 തരത്തിൽ വിഭജിച്ചിട്ട് അതിൽ 3 അംശം തനിക്ക് എടുക്കണം. ഏകം തു ദേവപിത്രതിഥീനാംച, ഏകം ഒരംശം ദേവപിത്രതിഥീനാംച ദേവന്മാർക്കും പിതൃക്കൾക്കും, പിത്രതിഥീനാംച അതിഥി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിത്രതിഥീനാംച ദേവന്മാർക്കും പിതൃക്കൾക്കും അതിഥികൾക്കും നൽകണം, അവർക്കുള്ളതാണ് ഒരംശം. ക്രിയാർത്ഥം ആദിശയിൽ, ക്രിയാർത്ഥം ക്രിയയ്ക്കായിക്കൊണ്ട് കർമ്മങ്ങൾക്കായിക്കൊണ്ട് ആദിശം ചെയ്യണം, എടുത്തു വെക്കണം. ഏകാംശം ഗുരവേ ദദ്യാൽ, ഒരംശം ഏകാംശം ഗുരവേ ദദ്യാൽ ഗുരുവിനായിക്കൊണ്ട് ദാനം ചെയ്യണം. തേന ദേവി പ്രസീദതി, തേന അതുകൊണ്ട് ദേവി മഹാദേവി പ്രസീദതി പ്രസാദിക്കും. അപ്പം എന്താ? ഈ ഭഗവതിക്ക് സമർപ്പിക്കുകയാണെല്ലാം. അങ്ങനെ സമർപ്പിച്ച ആ ഭാഗത്തെ അതിനെ അനുഗ്രഹമായി സ്വീകരിച്ചുകൊണ്ട്, ദേവിയുടെ പ്രസാദമാണ് എന്ന് സ്വീകരിച്ചുകൊണ്ട് ആ പ്രസാദത്തെ 5ആയി ഭാഗിച്ചുകൊണ്ട് അതിൽ 3 അംശം അവനവൻ സ്വീകരിക്കുകയും അതിലൊരംശം ദേവന്മാർക്കും പിതൃക്കൾക്കും അതിഥികൾക്കും എന്നുള്ള തരത്തിൽ മാറ്റിവെക്കുകയും അവരുടെ കർമ്മത്തിനായിക്കൊണ്ട് മാറ്റിവെക്കുകയും ഒരംശം ഗുരുവിനായിക്കൊണ്ട് ദാനം ചെയ്യുകയും വേണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മഹാദേവി പ്രസാദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ദേവന്മാർക്ക് കൊടുക്കുക? ദേവന്മാർക്ക് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പൂജ ചെയ്യാം. ഇനി അല്ലാതെ അവനവൻ്റെ വീട്ടിൽ പത്മമിട്ടോ മറ്റു ഉപാധികളിലോ പൂജ ചെയ്യാം. എങ്ങനെയാണോ ദേവന്മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ തരത്തിൽ ദേവന്മാർക്ക് കൊടുക്കാം. പിതൃക്കൾക്ക് എങ്ങനെ കൊടുക്കും? പിതൃക്കൾക്ക് ബലിയുടെ രൂപത്തിൽ പിതൃക്കൾക്ക് കൊടുക്കാം, നമസ്കാര രൂപത്തിൽ പിതൃക്കൾക്ക് കൊടുക്കാം. അതുപോലെ അതിഥികൾക്ക് ദാനമായിട്ടും അന്നദാനം, പലതരത്തിലുള്ള ദാനമുണ്ട്. വസ്ത്രദാനം, അന്നദാനം, ധനം തന്നെ ദാനം ചെയ്യുക, അങ്ങനെ വസ്തുദാനം, അങ്ങനെ പലതരത്തിൽ അതിഥികൾക്ക് ദാനം ചെയ്യാം. അങ്ങനെ 3 തരത്തിലുള്ള ദാനവും ചെയ്യണം. ദേവദാനവും പിതൃദാനവും
അതിഥിദാനവും ചെയ്യണം. അങ്ങനെ കർമ്മം ചെയ്യണം. പിന്നെ ബാക്കി ഒരംശം ഗുരുവിനും കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ആ ഉൾവലിയുന്ന ആ ഒരു പിന്നോട്ടുള്ള വലിച്ചിലോടുകൂടി കൊടുക്കരുത്. വേണോ വേണ്ടോ എന്നുള്ള ആ ഒരു ഭാവത്തോടുകൂടി കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ആത്മസമർപ്പണം പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അതിനെക്കുറിച്ച് മറ്റൊരു ചിന്ത പാടില്ല. പണ്ട് ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവിതത്തിൽ ഒരു കഥ പറയാറുണ്ട്. ഒരു മോതിരം, നല്ല ഭംഗിയുള്ള ഒരു മോതിരം ഒരാൾക്ക് കൊടുത്തപ്പോൾ ഗുരുദേവൻ ഒരാളുടെ വീട്ടിൽ പോയപ്പം ആ ആളുടെ കയ്യിലുണ്ടായിരുന്ന നല്ല നവരത്നത്തിന്റെ മോതിരം ഗുരുദേവന് കൊടുത്തു. അദ്ദേഹം ഈ ഗുരുനാഥന്റെ ആശ്രമത്തിൽ അപ്പോഴാണ് ഗുരുദേവന്റെ ആശ്രമത്തിൽ വന്നപ്പോൾ കൊടുത്തു. ആ ഗുരുദേവൻ അതിനെ വാങ്ങിയിട്ട് ആ ആശ്രമത്തിൽ ഒരു മൂലയിൽ വെച്ചു. അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ കൊടുത്ത ആള് അവിടെ തന്നെ നിൽക്കുന്നു, മാറാതെ. ഗുരുദേവൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെയും ഇവിടെയും പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് പല കാര്യങ്ങളും സന്ധ്യാവന്തനാദികൾ കാര്യങ്ങളും ഭക്ഷണവും ജപവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അത് കൊടുത്ത ആൾ അവിടുന്ന് പോകുന്നുമില്ല. ആളുടെ ശ്രദ്ധ എന്താണ്? ഈ കൊടുത്ത മോതിരത്തിലാണ്. എന്നാൽ ഇത് വേറെ ആരോ ആ തക്കം നോക്കിയിട്ട് എടുത്തുകൊണ്ട് പോയി. അയാളെ പിടിച്ചു കൊണ്ടുവന്നു. ഈ നോക്കി നിന്ന ആള് ഗുരുദേവനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഗുരുദേവ, ഞാൻ അങ്ങേക്ക് തന്ന മോതിരം ഇത് ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു, അത് ഞാൻ തിരികെ എത്തിച്ചിരിക്കുന്നു, അങ്ങത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞപ്പം ഗുരുദേവൻ ചോദിച്ചൊരു ചോദ്യം, നീ ഇതുവരെ എനിക്കത് തന്നില്ലല്ലേ എന്നാ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞു, പിന്നെ അതിൻ്റെ പുറകെ പോയിട്ട് എന്താ? അത് സ്വീകരിച്ച ആളുടെ ഉത്തരവാദിത്തമാണ്. വേണോ വേണ്ടയോ, അതെങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് ആ സ്വീകരിച്ചവന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ ആ രീതി കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഫലേച്ഛ കൂടാതെ അല്ലെങ്കിൽ ഒരു ശങ്ക കൂടാതെ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദേവി പ്രസാദിക്കും. തസ്യ രാജ്യം ബലം സൈന്യം കോശ സാധു വിവർദ്ധതേ നാനാരത്നാകര ശ്രീമാൻ യഥാ പർവണി വാരിധി. എന്താണ്? തസ്യ നാനാരത്നകര ശ്രീമാൻ വാരിധി പർവണി യഥാ തസ്യ രാജ്യം ബലം സൈന്യം കോശ സാധു വിവർദ്ധതേ. വിവർദ്ധതേ എന്ന് പറഞ്ഞാൽ വർദ്ധിക്കും, വിശേഷേണ വർദ്ധിക്കും. എന്തൊക്കെയാണ് ഈ വിശേഷേണ വർദ്ധിക്കുന്നത്? എങ്ങനെയുള്ള ആൾക്കാർക്കാണ്? നോക്കൂ. നാനാരത്നാകര, നാനാവിധത്തിലുള്ള പല വിധത്തിലുള്ള രത്നങ്ങള് വിള ഉണ്ടാകുന്ന സ്ഥലമായിട്ട്, നാനാരത്നങ്ങളും വിളയുന്ന സ്ഥലമായിട്ട്, ശ്രീമാൻ വാരിധി, ശ്രീമാനായിരിക്കുന്ന അത്യധികം ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന ശ്രീമത്തായിരിക്കുന്ന വാരിധി സമുദ്രം, പർവണി, പർവണി എന്ന് വെച്ചാൽ പർവം, സന്ധി ചേരുന്ന സമയം, പൗർണമി എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഥാ എപ്രകാരമാണോ, തസ്യ രാജ്യം ബലം, തസ്യ അവന് രാജ്യം ബലം, രാജ്യവും ബലവും, സൈന്യം കോശ, സൈന്യവും കോശവും, സൈന്യവും കോശം എന്ന് പറഞ്ഞ ഭണ്ഡാരം, ഭണ്ഡാരവും, സാധു വിവർദ്ധതേ, സാധു എന്ന് വെച്ചാൽ അത്യധികം എന്നർത്ഥം, അത്യധികം വിവർദ്ധതേ വിശേഷത്തോടുകൂടി വർദ്ധിക്കുന്നു. അതായത് നാനാ രത്നാകരത്തോടു കൂടിയ വിളനിലങ്ങളോടുകൂടി, അതായത് പല വിധത്തിലുള്ള രത്നങ്ങൾക്ക് വിളഭൂമിയായിട്ട് ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന സമുദ്രം, പൗർണമിയിൽ എന്നതുപോലെ എന്നർത്ഥം. ശ്രീമത്തായി ഇരിക്കുന്ന സമുദ്രം പൗർണമിയിൽ എന്നതുപോലെ. പൗർണമിയിൽ എങ്ങനെയാണ് സമുദ്രം? എങ്ങനെയുള്ള രത്നാകരമായി ശ്രീമത്തായി ഇരിക്കുന്ന സമുദ്രം പൗർണമിയിൽ എന്നതുപോലെ രത്നാകരമായിട്ട് ഉള്ള സമുദ്രം, സർവ ഐശ്വര്യത്തോടും കൂടിയിരിക്കുന്ന സമുദ്രം, അത് പൗർണമിയിലെ പ്രകാരമാണോ തിളങ്ങുന്നത്? അല്ലേ? പൗർണമിയിലെ ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്, പൂർണ്ണചന്ദ്രനാണ്. ആ പൂർണ്ണചന്ദ്രൻ രത്നാകരമായിരിക്കുന്ന പൂർണ്ണമായിട്ട് സമ്പൂർണമായിട്ടും രത്നം നിറഞ്ഞു നിൽക്കുന്ന സമുദ്രത്തെ എപ്രകാരമാണോ പ്രകാശിപ്പിക്കുന്നത്, ആ തരത്തിൽ പ്രകാശിക്കും. ഇങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ചെയ്താൽ എന്നർത്ഥം. യഥാ തസ്യ രാജ്യം, അതെപ്രകാരമാണോ അപ്രകാരം അവന് രാജ്യവും ബലവും സൈന്യവും ഭണ്ഡാരവും അത്യധികം വിശേഷമായിട്ട് വർദ്ധിക്കും. കൊടുക്കും തോറും ഏറിടും എന്ന് ഇതേക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എങ്കിലും
എല്ലാത്തിൻ്റെ കാര്യവും അത് തന്നെയാണ്. നമ്മളൊരാൾക്ക് വസ്ത്രദാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വസ്ത്രം നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരും. നമ്മളൊരാൾക്ക് ഭക്ഷണം ദാനം ചെയ്തു കഴിഞ്ഞാൽ അറിയാതെ തന്നെ നമുക്ക് ഭക്ഷണം പല സന്ദർഭങ്ങളിലായിട്ട് കിട്ടുന്നൊരു സാഹചര്യം വരും. നമ്മൾ എന്തൊക്കെയാണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അത് നമുക്കൊരു സാഹചര്യം വരുമ്പോൾ ഒരു ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും അത് ലഭിക്കും എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാവത്തോടു കൂടിയിട്ട് കൊടുക്കും തോറും ഏറിടും. അതുകൊണ്ട് അത് എന്താണ്, പിറകോട്ട് എന്ന് ചിന്തിക്കാതെ കൊടുക്കണം എന്നർത്ഥം. എങ്ങനെയായിത്തീരും? നാനാരത്നങ്ങൾ നിറഞ്ഞ സമുദ്രം പോലെയുള്ള, അല്ലെങ്കിൽ സമുദ്രത്തിൽ എപ്രകാരമാണോ പൂർണ്ണചന്ദ്രനുള്ള നിലാവ്, പൂർണ്ണചന്ദ്രന്റെ പൗർണമി ദിവസം നിലാവ് ശോഭിക്കുന്നത്, അതുപോലെ ശോഭിച്ചുകൊണ്ട് രാജ്യവും ബലവും സർവ്വസൈന്യവും ഭണ്ഡാരത്തോടുകൂടി, ധനം നിറഞ്ഞ ഭണ്ഡാരത്തോടു കൂടിയതും സർവ്വ ഐശ്വര്യങ്ങളോടും കൂടിയിട്ട് ശോഭിക്കും എന്നർത്ഥം. ജ്ഞാത്വാ നവാക്ഷരം മന്ത്രം ജീവബ്രഹ്മസമാശ്രയം തത്വമസ്യാദിവാക്യാനാം സാരം സംസാരഭേഷജം സപ്തശത്യാഖ്യമന്ത്രസ്യ യാവജ്ജീവമഹം ജപം കുർവൻ തതോ ന പ്രമാദം പ്രാപ്നുയാമിതി നിശ്ചയം കൃത്വാ പ്രാരഭ്യ കുർവീതഹ്യകുർവാണോ വിനശ്യതി. എന്താണ്? തത്വമസ്യാദി വാക്യാനാം സാരം സംസാരഭേഷജം ജീവബ്രഹ്മസമാശ്രയം നവാക്ഷരം മന്ത്രം ജ്ഞാത്വാ അഹം യാവജ്ജീവം സപ്തശത്യാഖ്യമന്ത്രസ്യ ജപം കുർവൻ തതഃ പ്രമാദം ന പ്രാപ്നുയാൽ ഇതി നിശ്ചയം കൃത്വാ പ്രാരഭ്യ കുർവീത ഹി അകുർവാണ വിനശ്യതി. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. തത്വമസ്യാദി വാക്യാനാം, തത്വമസി ആദിയായിരിക്കുന്ന വാക്യങ്ങളുടെ, തത്വമസി തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളുടെ, മഹാവാക്യങ്ങളുടെ സാരത്തെ, സംസാരഭേഷജം, സംസാരത്തിന് ഭേഷജമാണ്, സംസാര ദുഃഖം, സംസാരനാശം, ആ സംസാര ദുഃഖത്തിന്റെ നാശത്തിന് ഔഷധമാണ് എന്ത്? തത്വമസ്യാദി മഹാവാക്യങ്ങൾ. ഉപനിഷത്ത് വാക്യങ്ങളാണ് തത്വമസ്യാദി വാക്യങ്ങൾ. ഛാന്തോഗ്യോപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി. ശ്വേതകേതുവിനോട് പറയുന്നതാണ് തത്വമസി ശ്വേതകേതു. ആ തത്വമസി തുടങ്ങിയിരിക്കുന്ന മഹാവാക്യങ്ങൾ, ആ മഹാവാക്യങ്ങളുടെ സാരമായിട്ട് സംസാര ദുഃഖത്തിന്, സംസാരനാശത്തിന് ഔഷധമായിട്ട് ജീവബ്രഹ്മ സമാശ്രയം, ജീവബ്രഹ്മ ഐക്യം, ആ ഐക്യമായിട്ട് ഇരിക്കുന്ന നവാക്ഷരം മന്ത്രം, നവാക്ഷരം എന്ന് പറയുന്ന മന്ത്രം, നവാക്ഷരി എന്ന് പറയുന്ന മന്ത്രം ജ്ഞാത്വ മനസ്സിലാക്കിയിട്ട്, അറിഞ്ഞിട്ട്, അഹം യാവജ്ജീവം, അഹം ഞാൻ, യാവജ്ജീവം ഏതുകാലം വരെയാണോ ജീവിക്കുന്നത് ആ കാലം വരെ എന്നർത്ഥം. സപ്തശത്യാഖ്യമന്ത്രസ്യ, സപ്തശതി എന്ന് പറയുന്ന ആഖ്യയോടുകൂടിയിരിക്കുന്ന, പേരോടുകൂടിയിരിക്കുന്ന മന്ത്രസ്യ, മന്ത്രത്തിന്റെ ജപം കുർവൻ, ജപം ചെയ്തുകൊണ്ട്, തതഃ പ്രമാദം, അതിന് ഒരു പ്രമാദവുമില്ലാതെ, ഒരു വ്യത്യാസവുമില്ലാതെ, ന പ്രാപ്നുയാൽ ഇതി, പ്രാപിക്കുകയില്ല, അതിനൊരു വ്യത്യാസവും വരുത്തുകയില്ല എന്ന് നിശ്ചയം കൃത്വ, നിശ്ചയിച്ചുകൊണ്ട്, പ്രാരഭ്യ ആരംഭിച്ചിട്ട്, കുർവീത ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ തത്വമസ്യാദി വാക്യങ്ങളെയെല്ലാം അതിൻ്റെ സാരാംശമായിട്ട്, സംസാര ദുഃഖത്തിന് ഔഷധമായിട്ട്, ജീവബ്രഹ്മ ഐക്യ സ്വരൂപമായിട്ടിരിക്കുന്ന നവാക്ഷരി എന്ന് പറയുന്ന മന്ത്രത്തെ ഉപദേശമായിട്ട് സ്വീകരിച്ചിട്ട്, ജ്ഞാത്വ മനസ്സിലാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നവാക്ഷരി മന്ത്രത്തെ ഉപദേശത്തോടുകൂടി സ്വീകരിച്ചിട്ട്, ഞാൻ ഏതുകാലം വരെയാണോ ജീവിച്ചിരിക്കുന്നത് അക്കാലമത്രയും സപ്തശതി എന്ന് പറയുന്ന മഹാമന്ത്രം, മാലാമന്ത്രം, ആ മാലാമന്ത്രത്തിന്റെ ജപം ചെയ്യും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട്, അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ആരംഭിച്ച്, പ്രാരഭ്യ കുർവീത, പ്രാരംഭം ചെയ്യേണ്ടതാകുന്നു, ആരംഭിക്കേണ്ടതാകുന്നു. ഹി അകുർവാണ, ഇനി അല്ല അകുർവാണ, അതിന് വിഘ്നം വരികയാണെങ്കിൽ, അതിന് മുടക്കം വരികയാണെങ്കിൽ, അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, വിനശ്യതി, നശിക്കുകയും ചെയ്യും. ഇതൊക്കെ വാങ്ങിയിട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നശിക്കും. എന്താണ് സാധാരണ ഒരു നാട്ടുഭാഷയിൽ പറയാറുണ്ട്, ചെയ്താൽ പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പ്രശ്നവുമില്ല എന്ന് പറയാറുണ്ട്. എന്നതുപോലെ
ഇവിടെ ചെയ്താൽ ഗുണമില്ല എന്നല്ല, ചെയ്താൽ അത്യധികം ഗുണമുണ്ട് താനും. ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് ദോഷവുമുണ്ട്. അതുകൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ ചെയ്യേണ്ടതാകുന്നു. മന്ത്രത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മന്ത്രം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് കളയാൻ പാടില്ല, അത് പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു. ഇനി അതല്ല കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് എങ്കിൽ അതെങ്ങനെ കളയണം എന്നുള്ളതിനെക്കുറിച്ചും ശാസ്ത്രോക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ച് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതാകുന്നു എന്നർത്ഥം. അതൊന്നുമില്ലാതെ ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ, വാങ്ങിച്ച് ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ നശിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നാഹം ബ്രഹ്മനിരാകുര്യാം മാമാ ബ്രഹ്മനിരാകരോൽ അനിരാകരണം മേസ്തു അനിരാകരണം മമ ഇതി വേദാന്തമൂർധന്യേ ഛാന്തോഗേസ്യ പ്രപഞ്ചനാൽ പ്രാരഭ്യ തൽപരിത്യാഗോ നതസ്യ ശ്രേയസേ മത. എന്താണ്? നാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോൽ അനിരാകരണം മേ അസ്തു അനിരാകരണം മമ ഇതി വേദാന്തമൂർധന്യേ ഛാന്തോഗ്യേ അസ്യ പ്രപഞ്ചനാത് പ്രാരഭ്യ തൽപരിത്യാഗ തസ്യ ശ്രേയസേ ന മതഃ എന്നാണ് പറഞ്ഞത്. എന്താണ് നോക്കൂ. നാഹം ബ്രഹ്മ നിരാകുര്യാൽ, അഹം ബ്രഹ്മ നിരാകുര്യാം, ന അഹം ബ്രഹ്മ നിരാകുര്യാം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. ബ്രഹ്മ നിരാകുര്യാം ന ബ്രഹ്മ നിരാകുര്യാം. അഹം ഞാൻ, ന ബ്രഹ്മ നിരാകുര്യാം. ന എന്ന് പറഞ്ഞാൽ ഇല്ല, വിപരീതം അർത്ഥത്തെ പറയുന്നതാണ് ന എന്നുള്ള പദത്തോട് കൂടിയിട്ട്. അപ്പം ബ്രഹ്മ നിരാകുര്യാം, ബ്രഹ്മത്തെ നിരാകരിക്കുകയില്ല. ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കുകയില്ല, ഞാൻ ബ്രഹ്മത്തെ അംഗീകരിക്കും എന്നർത്ഥം. മാമാ ബ്രഹ്മ നിരാകരോൽ, മാമ അരുത് എന്നർത്ഥം. ബ്രഹ്മ നിരാകരോത്, ബ്രഹ്മത്തെ നിരാകരിക്കരുത്. ആരെങ്കിലും ബ്രഹ്മത്തെ നിരാകരിക്കുകയാണെങ്കിൽ അവരോട് പറയാണ് മാമാ ബ്രഹ്മ നിരാകുര്യാത്, അല്ല മാമ ബ്രഹ്മ നിരാകരോത്, ബ്രഹ്മത്തെ ഒരിക്കലും നിരാകരിക്കരുത്. അനിരാകരണം മേ അസ്തു, മേ അനിരാകരണമസ്തു, മേ എനിക്ക് അനിരാകരണം ഭവിക്കട്ടെ, അസ്തു ഉണ്ടാകട്ടെ. അതായത് ഞാൻ ആ ബ്രഹ്മത്തെ നിരാകരിക്കാതിരിക്കട്ടെ, എപ്പോഴും ആ ബ്രഹ്മത്തെ, ആ സത്യത്തെ, ആ തത്വത്തെ അംഗീകരിക്കട്ടെ എന്നർത്ഥം. അതിനെ ഒരിക്കലും നിരാകരിക്കരുത്. അനിരാകരണം മമ, അനിരാകരണം നിരാകരിക്കുക എന്നുള്ള അവസ്ഥ ഇല്ലാത്തത്, അതാണ് അനിരാകരണം. മമ എനിക്ക് ഉണ്ടാകട്ടെ, അപ്പം ഞാൻ ആ തത്വത്തെ അംഗീകരിക്കട്ടെ എന്നർത്ഥം. ഇത് വേദാന്തമൂർധന്യെ, ഇത് ഇപ്രകാരം വേദാന്തമൂർധന്യെ, വേദാന്തത്തിന് മൂർധന്യമായിരിക്കുന്ന, വേദാന്തത്തിൻ്റെ ശിരോഭാഗത്ത് ധരിക്കുന്ന രത്നമായിരിക്കുന്ന ഛാന്തോഗ്യം എന്ന് പറയുന്ന ഉപനിഷത്തില് അസ്യ പ്രപഞ്ചനാത്, ഇതിനെക്കുറിച്ച് പ്രപഞ്ചനം ചെയ്തതുകൊണ്ട്, വിവരിച്ചതുകൊണ്ട്, വിസ്തരിച്ച് പറഞ്ഞതുകൊണ്ട് പ്രാരഭ്യ തൽപരിത്യാഗ, അതിനെ പ്രാരംഭം ചെയ്തിട്ട്, ആരംഭിച്ചിട്ട് അതിനെ പരിത്യാഗം ചെയ്യരുത്, അതിനെ മുടക്കരുത്. അപ്പോൾ ഛാന്തോക്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ വിസ്തരിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അതിനെ ആരംഭം ചെയ്തിട്ട് അതിനെ മുടക്കരുത്. തസ്യ ശ്രേയസേ നമ മത, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവന് എന്തുണ്ടാകില്ല? ശ്രേയസേ എന്ന ശ്രേയസ് ഉണ്ടാകുകയില്ല എന്ന് മതം അഭിപ്രായം. അതായത് ഈ ആരംഭിച്ചിട്ട് അതിനെ മുടക്കുക എന്നത് ശ്രേയസ്കരമല്ല. അങ്ങനെ മുടക്കുന്നവന് ശ്രേയസ് ഇല്ലായ്മയാണ് ഫലമായിട്ടുണ്ടാകുക എന്നർത്ഥം. എന്നിട്ട് പറയുന്നു, നാ ബ്രഹ്മവിൽ കുലേ തസ്യ ജായതേ ച കദാചന ന ദാരിദ്ര്യം കുലേ തസ്യ യാവൽ സ്ഥാസ്യതി മേദിനി. ഇനി ഫലശ്രുതിയാണ് പറയുന്നത്. തസ്യ കുലേ കദാചന അബ്രഹ്മവിൽ ന ജായതേ ച തസ്യ കുലേ മേദിനീയാവൽ സ്ഥാസ്യതി ദാരിദ്ര്യം ന. ഫലശ്രുതി പിന്നെയും തുടരുകയാണ്. എന്താണ്? തസ്യ കുലേ, അവൻ്റെ കുലത്തിൽ, അവൻ്റെ വംശത്തിൽ, കുലം എന്ന് പറഞ്ഞാൽ വംശം, അവൻ്റെ വംശത്തിൽ കദാചന ഒരിക്കലും അബ്രഹ്മവിൽ, ബ്രഹ്മവിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി, ബ്രഹ്മത്തെ അറിയുന്നവൻ, അബ്രഹ്മവിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാത്തവൻ, ബ്രഹ്മജ്ഞാനി അല്ലാത്തവൻ, ന ജായതേച്ച, ന ജായതേ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുകയില്ല, ജനിക്കുകയില്ല. അതായത് ഇത് എപ്പോഴും ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുന്ന, അതിനെ അനുഷ്ഠിക്കുന്ന, അതിനെ
അംഗീകരിക്കുന്ന അവൻ്റെ കുലത്തിൽ ഒരിക്കലും ബ്രഹ്മവിത്തല്ലാത്തവൻ ജനിക്കുകയില്ല. അവൻ്റെ കുലത്തിൽ എപ്പോഴും ബ്രഹ്മജ്ഞാനി അല്ലാത്തവൻ ജനിക്കുകയില്ല. ബ്രഹ്മജ്ഞാനി മാത്രമേ അവൻ്റെ കുലത്തിൽ ജനിക്കുകയുള്ളൂ എന്ന് സാരം. തസ്യ കുലേ അവൻ്റെ കുലത്തിൽ മേദിനി യാവൽ സ്ഥാസ്യതി, മേദിനി ഭൂമി യാവൽ ഏതു കാലം വരെയാണോ സ്ഥാസ്യതി നിൽക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്, ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഭൂമി ഏതു കാലം വരെയാണോ ഉള്ളത് അത്രയും കാലം അർത്ഥം ദാരിദ്ര്യം ഉണ്ടാകുകയുമില്ല. അപ്പോൾ ഇതിനെ അനുഷ്ഠിക്കുന്നവൻ്റെ കുലം ഒരിക്കലും നശിക്കുകയില്ല. അവൻ്റെ കുലത്തിൽ ബ്രഹ്മജ്ഞാനിയല്ലാത്തവൻ ഉണ്ടാകുകയില്ല. അവൻ്റെ കുലത്തിൽ അല്ലെങ്കിൽ ഭൂമി ഏതു കാലം വരെയാണോ ഉള്ളത് അക്കാലം അത്രയും അവൻ്റെ കുടുംബത്തിൽ ഒരു ദാരിദ്ര്യവും ഉണ്ടാകുകയുമില്ല. പ്രതിസംവത്സരം കുര്യാൽ ശാരദം വാർഷികം തഥാ തേന സർവമാപ്നോതി സുരാസുരസുദുർലഭം. എന്താണ്? പ്രതിസംവത്സരം ശാരദം തഥാ വാർഷികം കുര്യാൽ തേന സുരാസുര ദുർലഭം സർവം അവാപ്നോതി അന്യൽ ച യദ്യൽ കല്യാണം തൽ ക്ഷണേ ജായത്തെ. എന്താണ് പ്രതിസംവത്സരം? ഓരോ സംവത്സരത്തിലും ഓരോ വർഷത്തിലും എന്ന് വെച്ചാൽ വർഷം തോറും അർത്ഥം. സംവത്സരം പ്രതി വർഷം തോറും. ശാരദം ശരത്ത് എന്ന് പറയുന്ന സമയത്ത്, തഥാ അപ്രകാരം വാർഷികം കുര്യാൽ വാർഷികത്തെ ചെയ്യണം. ഇവിടെ ശാരദം എന്നുള്ളതിന് ശരത്ത് വസന്തം ഈ രണ്ട് ഋതുക്കളിൽ ചെയ്യേണ്ട പൂജാ മഹോത്സവം എന്ന് പറഞ്ഞിരിക്കുന്നു. വാർഷിക പൂജ, അതായത് ശരത്ത് വസന്തം തുടങ്ങിയിട്ടുള്ള രണ്ട് ഋതുക്കളിൽ വാർഷികം കുര്യാൽ വാർഷികത്തെ ചെയ്യണം. അതായത് ഓരോ വർഷത്തിലും രണ്ട് ഋതുക്കളിൽ രണ്ട് ഋതുക്കളിൽ ശരത്തെന്നും വസന്തമെന്നുള്ള രണ്ട് ഋതുക്കളിൽ വാർഷികം ചെയ്യണം. തേന അതുകൊണ്ട് സുരാസുര ദുർലഭം സുരന്മാർക്കും അസുരന്മാർക്കും ദുർലഭമായിരിക്കുന്ന, ലഭിക്കുവാൻ അത്യധികം പ്രയാസകരമായിരിക്കുന്ന സർവമാവാപ്നോതി എല്ലാത്തിനെയും പ്രാപിക്കുന്നു, ലഭിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ വാർഷികം ആചരിക്കുന്നത് കൊണ്ട് ദേവന്മാർക്കും അസുരന്മാർക്കും ദുർലഭമായിരിക്കുന്നത് കൂടി ലഭിക്കുന്നു. അന്യൽ ച യദ്യൽ കല്യാണം തൽ ക്ഷണേ ജായതേ. അന്യൽ ച മാത്രമല്ല വേറെയും യദ്യൽ കല്യാണം ഏതൊക്കെയാണോ കല്യാണമായിട്ടുള്ളത്, മംഗളകരമായിട്ടുള്ളത്, അങ്ങനെ മംഗളകരമായിട്ടുള്ളത് എല്ലാം തൽ ക്ഷണേ അത് ക്ഷണം തോറും, ക്ഷണേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഓരോ നിമിഷവും, അല്ലെങ്കിൽ ക്ഷണം പ്രതി എന്നൊക്കെ പറയാം, ജായതേ ഉണ്ടാകുന്നു. അപ്പോൾ ഓരോ നിമിഷവും മംഗളകരമായിരിക്കുന്ന കാര്യങ്ങൾ അവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇങ്ങനെ വാർഷികം ആചരിച്ചു കഴിഞ്ഞാൽ സത്യം സത്യമിതം സത്യം ഗോപനീയം പ്രയത്നത പുത്രായ ബ്രഹ്മനിഷ്ഠായ പിത്രാദേയം മഹാത്മന അന്യഥാ ദേവതാ തസ്മൈ ശാപം ദദ്യാന്ന സംശയ. എന്താണ് അവസാനം പറയുന്നത്? ഇതം സത്യം 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 ആവർത്തിച്ച് പറയാം. അതായത് അത്യധികം സത്യമാണ്, ഇതിനപ്പുറം സത്യമൊന്നുമില്ല. സത്യം സത്യം പുനഃസത്യം അല്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അപ്പുറത്തേക്ക് സത്യമൊന്നുമില്ല. ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച്, ബ്രഹ്മത്തെക്കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞത് അതാണ്. സത്യം സത്യം പുനഃസത്യം. ഏറ്റവും അങ്ങേയറ്റത്തെ സത്യം എന്ന് പറയുന്നത് പരമാത്മജ്ഞാനമാണ്, ബ്രഹ്മതത്വമാണ്. ഇവിടെയും പറഞ്ഞത് എന്താണ്? ഇതം സത്യം സത്യം സത്യം. ഈ പറഞ്ഞത് സത്യമാണ്, ഇതിൻ്റെ അങ്ങേയറ്റത്തെ കാര്യമാണ് പറഞ്ഞത്, അതിലപ്പുറം ഒന്നും ഇല്ല, ഒരു മാറ്റവുമില്ല. പ്രയത്നത ഗോപനീയം മഹാത്മന പിത്ര ബ്രഹ്മനിഷ്ഠായ പുത്രായ ദേയം അന്യഥാ തസ്മൈ ദേവതാ ശാപം ദദ്യാൽ ന സംശയ. എന്താണ് പറഞ്ഞത്? പ്രയത്നത്തോടു കൂടിയിട്ട് അത്യധികം പ്രയാസപ്പെട്ടിട്ട്, ഗോപനീയം ഗോപ്യമാക്കിക്കൊണ്ട് രഹസ്യമാക്കിയിട്ട് വെക്കണം. മഹാത്മനാ പിത്ര മഹാത്മാവായിരിക്കുന്ന പിതാവിനാൽ, പിത്ര എന്ന് വെച്ചാൽ പിതാവിനാൽ, ബ്രഹ്മനിഷ്ഠായ പുത്രായ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന പുത്രനായിക്കൊണ്ട് ദേയം നൽകണം. അന്യഥാ തസ്മൈ ദേവത, അന്യഥ അല്ലെങ്കിൽ തസ്മൈ അവനായിക്കൊണ്ട് ദേവത ദേവി ഭഗവതി
ശാപം ദദ്യാൽ ശാപത്തെ നൽകും എന്ന കാര്യത്തിൽ ന സംശയ, മറ്റൊരു സംശയവുമില്ല, യാതൊരു സംശയവും അക്കാര്യത്തിൽ ഇല്ല. എന്താണ്? ഇത് സത്യമാണ് പറയുന്നത്, ഇതിനപ്പുറം സത്യമൊന്നുമില്ല. സത്യം സത്യം സത്യം. അത്യധികം പ്രയാസപ്പെട്ടുകൊണ്ട് രഹസ്യമായിട്ട് വെക്കണം ഈ കാര്യങ്ങളെല്ലാം. മഹാത്മാവായിരിക്കുന്ന പിതാവിനാൽ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള പുത്രനായിട്ട് കൊടുക്കപ്പെടേണ്ടതാണ്, നൽകപ്പെടേണ്ടതാണ് ഈ സത്യം, ഈ വരം, ഈ മന്ത്രോപദേശം. ഈ മന്ത്രോപദേശം ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന പുത്രന് മാത്രം നൽകേണ്ടതാകുന്നു. അതുകൊണ്ട് വളരെ രഹസ്യമായിരിക്കുന്ന ഇതിനെ എന്താക്കണം? വളരെ രഹസ്യമായിട്ട് തന്നെ വെക്കണം. അല്ലെങ്കിൽ അവന് ദേവി പ്രസാദിക്കുകയില്ല, അവന് എന്ത് ചെയ്യും? ദേവി ശപിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്യധികം ഗോപ്യമാണ് തന്ത്രശാസ്ത്രത്തിലെ പദ്ധതികളെല്ലാം. ശ്രീദേവി മഹാത്മ്യം എന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രം തന്നെയാണ്. ശ്രീ ഭഗവതി, ദുർഗാ ഭഗവതിയുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രശാസ്ത്രം തന്നെയാണ് ദേവി മഹാത്മ്യം. തന്ത്രശാസ്ത്രത്തിലെ ഒരു പ്രത്യേകത, അത് ഉപദേശത്തോടുകൂടി മാത്രമേ അനുഷ്ഠിക്കാവൂ, ആചരിക്കാവൂ, കൊണ്ടു നടക്കാവൂ. ഉപദേശമില്ലാതെ യാതൊരു കാര്യവും അനുഷ്ഠിക്കാൻ പാടില്ല. പലതരത്തിൽ ഉപദേശം പറയുന്നുണ്ട്. ശാക്തി, ശാംഭവി, മാന്ത്രി തുടങ്ങിയിട്ടുള്ള ദീക്ഷകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ശക്തി പ്രവേശനത്തോടു കൂടിയിട്ടുള്ള ദീക്ഷ, മന്ത്രം ഉപദേശിച്ചുകൊണ്ടുള്ള ദീക്ഷ, ശക്തി, പിന്നെയോ ശാംഭവി എന്ന് പറയുന്ന ദീക്ഷ, സ്പർശിച്ചുകൊണ്ടുള്ള ദീക്ഷ, ഇങ്ങനെ പലതരത്തിലുള്ള ദീക്ഷകൾ, കാൽപാദം സ്പർശിച്ചുകൊണ്ടുള്ള ദീക്ഷ, ഇങ്ങനെ പലതരത്തിലുള്ള ദീക്ഷകൾ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ വിധത്തിൽ ഏത് പരമ്പരയാണോ വിധിക്കുന്നത് ആ പരമ്പരയുടെ വിധി അനുസരിച്ചുള്ള മന്ത്രപൂർവകമായിരിക്കുന്ന ദീക്ഷ വേണ്ട വിധത്തിൽ വിധിയാവണ്ണം അതിനനുസരിച്ചുള്ള ഗുരുവിൽ നിന്ന് സ്വീകരിച്ച് അതിന് പ്രാപ്യമായിരിക്കുന്ന ശിഷ്യൻ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം അത് എന്താണ് അത്യധികം വെയിൽ കൊണ്ട് പൊള്ളുന്നതായിരിക്കുന്ന പാറയിൽ വിതച്ച വിത്ത് പോലെയാകും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷമുണ്ട് താനും. കാരണം ഇതൊന്നുമില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നുള്ളതാണ് തന്ത്രശാസ്ത്രത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ഇതുകൊണ്ട് തന്നെ വളരെ ഗോപ്യമായിട്ടാണ് തന്ത്രശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. തന്ത്രശാസ്ത്രം ഗോപ്യമാണ് 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 എന്ന് പറയുമ്പം നമുക്കങ്ങനെയാണ്, എന്തെങ്കിലും ഗോപ്യമായിട്ട് രഹസ്യമായിട്ട് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിനെ കണ്ടുപിടിക്കാനായിരിക്കും താല്പര്യം. ഓരോരുത്തരുടെയും എല്ലാവരുടെയും ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. രഹസ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കാണാനോ അതിനെ മനസ്സിലാക്കാനോ ആയിരിക്കും താല്പര്യം. എന്നാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, അല്പം മാത്രം വേഷത്തോടു കൂടിയിട്ട് വന്നാൽ നമുക്ക് എത്രത്തോളം ഉണ്ടാകുന്നുവോ അത്രത്തോളം ഉണ്ടാകുകയില്ല പൂർണ്ണമായിട്ട് വിവസ്ത്രനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ എന്ന് പറയുന്നത് പോലെ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്കത് അതിനോടുള്ള ഒരു ആസക്തി, അതിനോടുള്ളൊരു വേണം അല്ലെങ്കിൽ എന്താണ് എന്നറിയാനുള്ളൊരു ഒരു ആസക്തി നമ്മളിൽ അല്ലെങ്കിൽ അതിനുള്ളൊരു ത്വര നമ്മളുണ്ടാകുന്നത്. അതുകൊണ്ട് അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷത്തെയാണ് ചെയ്യുക. അതുകൊണ്ടാണ് തന്ത്രശാസ്ത്രം പറയുന്നത് ഗോപ്യമാണ്, വളരെ രഹസ്യമായിട്ട് ഉള്ളതാണ്, രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലല്ലാതെ ഉപയോഗിക്കുകയോ പ്രയോഗിക്കുകയോ നൽകുകയോ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് വളരെ രഹസ്യമാക്കി വെക്കേണ്ടതാണ്, ഗുരുവിൽ നിന്ന് നേരിട്ട് വിധിയാവണ്ണം സ്വീകരിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്രകാരം വിധിയാവണ്ണം ഈ സപ്തശതി എന്ന് പറയുന്ന ശ്രീദേവി മഹാത്മ്യം ഉപദേശരൂപേണ സ്വീകരിച്ചിട്ട് നവാക്ഷരി മന്ത്രത്തോടുകൂടി സ്വീകരിച്ചിട്ട് ദാനപ്രതിഗ്രഹകർമ്മം, അതുപോലെ ജീവിതത്തിൻ്റെ അവസാനം വരെയുള്ള സപ്തശതിയുടെ പാരായണം, 2 ഋതുക്കളിൽ അതായത് വസന്തം ശരത്ത് എന്നീ ഋതുക്കളിലെ പൂജ, മഹോത്സവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ അനുഷ്ഠാനം, ഈ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ചണ്ഡികാ ഉപാസന നടത്തിക്കഴിഞ്ഞാൽ സർവസിദ്ധികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ശ്രീദേവി മഹാത്മ്യവുമായി ബന്ധപ്പെട്ട അത്യധികം വൈശിഷ്ട്യം അർഹിക്കുന്ന
ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്താണ് ഒരു നൂലിൽ കോർത്ത മുത്തുപോലെ ശോഭിക്കുന്നതായിട്ടുള്ള ഗുരുകീലകവും ഇവിടെ സമാപിക്കുകയാണ്. ഗുരുകീലകം സമ്പൂർണം. ശ്രീ മഹാദേവ്യേ നമഃ. ഓ